السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ മംഗലാപുരത്ത് അടിയാർ കണ്ണൂർ എന്ന ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിട്ടുള്ള മഹത്തായ ഫാമിലി കോൺഫറൻസിൻ്റെ സമാപന വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, കഴിഞ്ഞ സംസാരങ്ങളിലൂടെ എന്തിനാണ് ഇങ്ങനെ ഒരു ഫാമിലി കോൺഫറൻസ് നടത്തുന്നത് എന്ന്, അതിൻ്റെ വിവിധ വശങ്ങൾ നിങ്ങളെല്ലാവരും വിശദമായി തന്നെ മനസ്സിലാക്കുകയുണ്ടായി. കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും അതുപോലെ തന്നെ ഇന്ന് രാജ്യത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുമൊക്കെ എൻ്റെ സഹപ്രവർത്തകരായ പ്രബോധകന്മാരിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. തൊട്ട് മുമ്പ് ഈ രാജ്യത്ത് രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ UT ഖാദർ സാഹിബിൻ്റെ ഉപദേശവും വാക്കുകളും നമ്മൾ ശ്രവിച്ചു. ನನಗೆ കന്നഡ ಗೊತ್ತಿല്ലേ, പക്ഷേ നിങ്ങൾക്കൊക്കെ കന്നഡ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. എന്തായിരുന്നാലും എല്ലാം കുടുംബ സംബന്ധമായ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളും വിവരണങ്ങളുമായിരുന്നു. ഇനി എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഇതിൻ്റെ എല്ലാം പരമമായ ഒരു ലക്ഷ്യമുണ്ട്. നമുക്കെല്ലാവർക്കും മരിക്കാനുള്ളവരാണ് നമ്മളെല്ലാവരും. മരണാനന്തരം നമുക്കെല്ലാവർക്കും സ്വർഗത്തിലെത്തിച്ചേരണം. ഒരു ഫാമിലിയുടെ സന്തോഷം പൂർണ്ണമാകുന്നത് അപ്പോൾ മാത്രമാണ്. ഇവിടെയുള്ള വീടുകളിലെ സൗകര്യങ്ങളോ അതിലുള്ള ഫർണിച്ചറുകളോ അവിടെ താമസിക്കുന്നവരുടെ ഭംഗിയോ ഒന്നുമല്ല നമ്മുടെ പരമമായ സന്തോഷത്തിൻ്റെ മാനദണ്ഡം. മറിച്ച് മരണത്തിൻ്റെ ശേഷം നമുക്കെല്ലാവർക്കും മാതാപിതാക്കളോടൊപ്പം, ഭാര്യമാരോടൊപ്പം, ഭർത്താക്കളോടൊപ്പം, സഹോദരീ സഹോദരങ്ങളോടൊപ്പം കുടുംബസമേതം നമുക്കൊന്നിച്ച് സ്വർഗത്തിൽ ഉല്ലസിക്കാനാവണം. അതിനെന്ത് വേണം എന്നുള്ളതാണ് നമുക്ക് ഇനി ചില കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുവാനുള്ളത്. സ്വർഗം എന്ന് പറയുന്നത് കേവലം മോഹിച്ചതുകൊണ്ട് കിട്ടുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു തൗഫീഖല്ല. മറിച്ച് ആ മോഹത്തിനനുസരിച്ച് ഞാനും നിങ്ങളും ആരൊക്കെ നമ്മുടെ കൂടെ സ്വർഗത്തിൽ വേണമെന്നാണോ നമ്മൾ ആശിക്കുന്നത്, അവരെല്ലാവരും ഒരുപോലെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത്
ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചതുപോലെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ, തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമൂ, പിന്നീട് ആ പ്രഖ്യാപിച്ച വാക്കിനോട് കൂറ് പുലർത്തിക്കൊണ്ട് ജീവിതത്തെ ഏറ്റവും നല്ല നിലക്ക് ജീവിക്കുകയും ചെയ്തവരാരോ, നല്ല വിശ്വാസങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് സൽ സ്വഭാവത്തിൻ്റെ വക്താക്കളായി ജീവിച്ചുകൊണ്ട് ആർക്ക് മരിക്കുവാൻ സാധിക്കുന്നുവോ അവരുടെ മരണവേളയിലാണ് കാരുണ്യത്തിൻ്റെ മലക്കുകൾ വന്നുകൊണ്ട് സ്വർഗത്തിൻ്റെ സന്തോഷം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോവുക. എങ്കിൽ അതിനുള്ള മാർഗം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സ്വർഗത്തിലേക്ക് കിടക്കണമെങ്കിൽ ഞാൻ സ്വർഗത്തിലാണ്, എൻ്റെ കെയർ ഓഫിൽ ആർക്കെങ്കിലും കിടക്കാനൊക്കുമോ? കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ നന്നായി അവരുടേതായ പേര് പറഞ്ഞ് സ്വർഗത്തിലെത്താൻ സാധിക്കുമോ കുടുംബത്തിലെ അംഗങ്ങൾക്ക്? ഒരിക്കലും അങ്ങനെ സാധ്യമല്ല. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം എന്നാണ്. സ്വർഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് അവര് വിശ്വാസികൾ പ്രവേശിക്കുകയാണ്. ആ വിശ്വാസികളുടെ കൂടെ അവരുടെ മാതാപിതാക്കൾ ഉണ്ടാകും, അവരുടെ ഇണകളുണ്ടാകും, അവരുടെ സന്താനങ്ങളുണ്ടാകും. പക്ഷേ അള്ള പറഞ്ഞ ഒരു കണ്ടീഷൻ നമ്മൾ ഓർക്കണം. വമൻ സ്വലഹ, നന്നായവരാകണം അവരും. ഓരോരുത്തരും നന്നാവണം എങ്കിലേ സ്വർഗത്തിലെത്തൂ. അതല്ലാതെ കണ്ട് അവിടെ രക്ഷപ്പെടാൻ, ആരുടെയെങ്കിലും പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമാകില്ല. അങ്ങനെ സാധ്യമാകുമായിരുന്നുവെങ്കിൽ നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകന് സ്വർഗം കിട്ടും. നോഹ് നബിയുടെ മകൻ സ്വർഗത്തിലെത്താതെയാണ് ഒരു മകൻ ഈ ഭൂമിയിൽ വെച്ച് കാഫിറായിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. എന്തേ? ബാപ്പമല്ല നബിയാകാഞ്ഞിട്ടല്ല, ആ മകൻ ബാപ്പയുടെ ആദർശത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ആ വിശ്വാസം ആ മകൻ സ്വീകരിച്ചിട്ടില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെ കെയർ ഓഫിൽ ബാപ്പയാകുന്ന ആസർ സ്വർഗത്തിലെത്തില്ലല്ലോ. ആസറിന് നരകമാണുണ്ടാവുക. തൻ്റെ മകൻ ഒരു പ്രവാചകനാണ് എന്നുള്ളത് കൊണ്ടൊന്നും അവിടെ സ്വർഗത്തിലെത്താൻ ഒരു ബാപ്പക്കും കഴിയില്ല. അതേപോലെ തന്നെ മഹാനായ നൂഹ് അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും ഭാര്യമാര്, അവരെക്കുറിച്ച് അള്ളാഹു സൂറത്തു തഹരീമിലൂടെ പഠിപ്പിച്ചു തന്നത് അവർ രണ്ടുപേരും നരകത്തിലാണെന്നാണ്. ഭർത്താക്കന്മാര് സ്വർഗക്കാരായ നബിമാരായിട്ടെന്ത് കാര്യമാണ്? ആ ഭർത്താക്കന്മാരുടെ വിശ്വാസത്തിലേക്കും ആദർശത്തിലേക്കും കടന്നു വരാത്ത ഭാര്യമാർക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല. ഇനി ഭാര്യ നല്ല പെണ്ണാണ്, അവൾ നല്ല മുഅ്മിനത്തായ ഭാര്യയാണ്, ആ പേരിൽ വിശ്വാസവും കർമ്മവും ഒന്നും നന്നാവാത്ത ഭർത്താവിന് സ്വർഗത്തിലെത്താൻ കഴിയുമോ? കഴിയില്ലല്ലോ. കാരണം എന്താണ്? ഫറോവയുടെ കിടക്ക പങ്കിട്ട മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ, അവർ ലോക മുസ്ലിമീങ്ങൾക്ക് നേതാവായ മാതൃകായോഗ്യയായ ഉമ്മയാണ്. പക്ഷേ ആ ഉമ്മയുടെ ഭർത്താവായി ചമഞ്ഞിരുന്ന ഫറോവയ്ക്ക് നരകമല്ലേ ലഭിക്കുന്നത്? അവൻ നരകത്തിലേക്കല്ലേ പോകുന്നത്? അപ്പൊ എന്താ കാര്യം എന്ന് വളരെ വ്യക്തമാണല്ലോ. ഇനി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുടുംബക്കാരനായിരുന്നില്ലേ? പിതൃവ്യന്മാരിൽ പെട്ടവനായിരുന്നില്ലേ അബൂലഹബ് എന്ന് പറയുന്ന ശത്രു? വിശുദ്ധ ഖുർആനിലെ ഒരധ്യായം തന്നെയും അവനെക്കുറിച്ചല്ലേ പഠിപ്പിച്ചത്? അവനും അവൻ്റെ ഭാര്യയായ ഉമ്മു ജമീലും നരകത്തിലാണ്. എന്തേ? മുത്ത് മുസ്തഫയുടെ കുടുംബമായതുകൊണ്ട് അവിടെ രക്ഷപ്പെടാൻ സാധിക്കുമോ? സാധിക്കില്ലല്ലോ. ഇങ്ങനെ ഓരോ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും
നമ്മൾ ഇവിടെ കൂടിയ ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ചിന്തിക്കണം, എൻ്റെ വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട്, ഇവിടെ അതാ ഈ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കുചേരുന്ന ഈ മഹത്തായ സമ്മേളനത്തിൽ ബാപ്പമാരുണ്ട്, മക്കളുണ്ട്, ഉമ്മമാരുണ്ട്, മക്കളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, അതുപോലെ തന്നെ ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ആങ്ങളയുണ്ട്, പെങ്ങളുണ്ട്, പലരുമുണ്ട്. പക്ഷേ ഓരോരുത്തരും ഒന്ന് പരിശോധന നടത്തണം. ഞങ്ങളങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് ഒരു വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത് പോലെ സ്വർഗലോകത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന വിധത്തിൽ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം ശരിക്ക് പഠിച്ചവരാണോ? അത് ജീവിതത്തിൽ പകർത്തുന്നവരാണോ? നിസ്കാര കണിശതയുള്ളവരാണോ? സമ്പത്തിൻ്റെ മേഖലയിൽ ശ്രദ്ധിക്കുന്നവരാണോ? തോന്നിവാസങ്ങളൊന്നും ചെയ്യാതെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണോ? ഇതോരോരുത്തരും ചിന്തിച്ചുകൊണ്ട് അതിന് ഉത്തരം കണ്ടെത്തിയിട്ട് വേണം ഈ മഹത്തായ സമ്മേളന നഗരിയിൽ നിന്ന് പിരിഞ്ഞു പോകുവാനെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിശ്വാസം ശുദ്ധമാവലാണ്. വിശ്വാസ വിശുദ്ധി എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കുവാനുള്ളത്. ആ വിശ്വാസ വിശുദ്ധി നേടിയ ഒരു സംതൃപ്ത കുടുംബമാണോ നമ്മുടേത് എങ്കിൽ മഹ്ശറിൽ നമുക്ക് സ്വർഗത്തിലും ആ സംതൃപ്തമായി കുടുംബസമേതം താമസിക്കുവാൻ സാധിക്കുന്നതാണ്. ആ ഒരവസ്ഥ നമുക്കുണ്ടോ എന്ന പരിശോധനയ്ക്ക് നമ്മൾ സമയം കണ്ടെത്താൻ ആദ്യമായി നമ്മൾ പരിശോധിക്കണം. സ്വർഗം കിട്ടാൻ അല്ലാഹു പറഞ്ഞത് ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. എന്തേ ഫിർദൗസ് കിട്ടാനുള്ള കണ്ടീഷൻ പറഞ്ഞത്? തീർച്ചയായും ഈമാൻ ശരിയായവരായിട്ട് ആരൊക്കെയുണ്ടോ അതിനോടൊപ്പം ആ ഈമാനിനെ ബലപ്പെടുത്തുന്ന വിധത്തിൽ നല്ല നല്ല കർമ്മങ്ങൾ ധാരാളമായി അധികരിപ്പിച്ചുകൊണ്ട് ആരൊക്കെ ജീവിച്ചു മരിച്ചു പോകുന്നുണ്ടോ അവർക്കാണ് ഉന്നതമായ ഫിർദൗസ് ഒരുക്കി വച്ചിട്ടുള്ളത്. ആ മേഖലയിൽ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. ശിർക്കിൻ്റെ ഒരു തരി പോലും വന്നാൽ അല്ലാഹു പൊരുത്തപ്പെടാത്ത പാപമാണത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമീപത്ത് വന്നുകൊണ്ട് ഒരു സ്വഹാബി പറയുകയാണ്, ഓ നബിയേ, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. വശിഅത, താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെയും നടക്കും. അള്ളയും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് അള്ളാൻ്റെ കൂടെ അങ്ങ് ചേർത്തി, അള്ളാൻ്റെ മശീഅത്തിൻ്റെ കൂടെ മുസ്തഫയെ കൂടി അങ്ങ് ചേർത്തങ്ങ് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഉടനെ തന്നെ പ്രതികരിക്കുകയാണ്, അജഅൽതനീ ലില്ലാഹി നിദ്ദാ, നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കിയോ, നീ എന്നെ അള്ളാഹുവിന് സമമാക്കിയോ? ചിന്തിക്കിവിടെ ഉപ്പമാരെ, ഉമ്മമാരെ, ഓ പ്രിയപ്പെട്ടവരെ, ഈ വാചകം വളരെ ഗൗരവമാണ്. ഇവിടെ എന്തേ അള്ളാന്റെ റസൂല് ആ സഹാബിയോട് അങ്ങനെ പറയാനുണ്ടായ കാരണം? ആ സഹാബി മുസ്തഫയോട് വന്നിട്ട്, നബിയെ നിങ്ങൾ പടച്ചവനാണെന്ന് പറഞ്ഞോ? നബിയെ നിങ്ങളാണ് ലോകം പടച്ചത്, നിങ്ങളാണ് എല്ലാ കഴിവുകളും ഉള്ളത് എന്നെങ്ങാനും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയേ പറഞ്ഞുള്ളൂ, അള്ളയും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് ചേർത്ത് പറയുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ റസൂലത ഗൗരവത്തോടെ തിരുത്തിക്കൊടുക്കുകയാണെങ്കിൽ എത്രത്തോളം ശിർക്കിനെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ കൂടെ അള്ളാൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഖുൽ മാഷാ അല്ലാഹു വഹ്ദഹു, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് മാത്രമാണ് നടക്കുന്നത്, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതും എന്ന് പറഞ്ഞോളൂ എന്ന് തിരുത്തിക്കൊടുത്തുവെങ്കിൽ എത്ര ഗൗരവമാണ് ശിർക്കിൻ്റെ ഗൗരവം. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ സമുദായം ആ കാര്യത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ട്, പുരോഗതിപ്പെട്ടിട്ടുണ്ട്, അതോ പിറകോട്ട് പോയിട്ടുണ്ട്?
റബ്ബിനെ ശരിക്ക് മനസ്സിലാക്കലാണ് വിശ്വാസം ശുദ്ധമാകുവാനുള്ള ഒരു മാർഗം. എങ്ങനെയാ അള്ളാനെ പഠിക്കേണ്ടത്? ഓ കുടുംബത്തിലെ അംഗങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ എത്ര പേർക്ക് അള്ളാനെ അറിയാം? എല്ലാവരും പറയും അവൻ പടച്ചവനാണ്, എനിക്കറിയാം. ചെറുപ്പം മുതലേ താരാട്ട് പാട്ടിലൂടെ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടവരല്ലേ. പിന്നെ എന്താ മൗലവി നിങ്ങൾ ഞങ്ങളോട് അള്ളാനെ അറിയാമോ എന്ന് ചോദിക്കുന്നത്? ഇതെന്ത് പുതുമയാണെന്ന് തിരിച്ച് ആലോചിക്കുന്നതിന് പകരം റഹ്മാനായ റബ്ബിനെ പഠിക്കാൻ നമ്മളൊരാളെ പരിചയപ്പെടുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ പേരെന്ത് എന്നല്ലേ തുടങ്ങുന്നത്. പേരറിയാത്ത ഒരാളെ നമുക്ക് പരിചയപ്പെടാനാകുമോ? അയാളെക്കുറിച്ച് പിന്നെ എന്ത് വിവരമാ ഉള്ളത്? നോക്കൂ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് ഉത്തമമായ ഒരുപാട് പേരുകളുണ്ട്, ഉന്നതമായ ഒരുപാട് പേരുകൾ, നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. ആ നാമങ്ങളൊക്കെ ഖുർആനിലുണ്ട്, ഹദീസുകളിലുണ്ട്. അതിലൊന്നും പറയപ്പെടാത്ത അല്ലാഹുവിന് മാത്രം അറിയാവുന്ന ചില പേരുകളും ഉണ്ട്. അതാർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. പക്ഷേ നമുക്ക് ഖുർആനിലൂടെയും ഹദീസിലൂടെയുമൊക്കെ അള്ളയും റസൂലും പഠിപ്പിച്ചു തന്ന പേരുകളെങ്കിലും ഇവിടെ കൂടിയ ഓരോ സഹോദരീ സഹോദരനും ഒന്ന് ആലോചിക്ക്. തൻ്റെ കാര്യത്തിൽ എനിക്കെൻ്റെ റബ്ബിൻ്റെ പേരുകളെങ്കിലും പറയാൻ കഴിയുമോ? എനിക്കെൻ്റെ അള്ളാഹുടെ പേര് പറയാൻ പറ്റുമോ? ഒരു 99 പേര്, അതിലും അപ്പുറം പേരുകളുണ്ട്. ഇതാർക്കൊക്കെ ഇവിടെ ഈ സദസ്സിലറിയാം? കുറ്റബോധം തോന്നുന്നില്ലേ ഉമ്മമാരെ, ഉപ്പമാരെ? റബ്ബിനെ കുറിച്ചുള്ള പേരുകൾ പോലും അറിയാതെ മരിച്ചു പോകുമ്പോ എന്തിനാ പിന്നെ ഖുർആൻ ഓതി എന്ന് പറയുന്നത്? എന്തിനാ പിന്നെ അള്ളാനെ എനിക്കറിയാമെന്ന് പറയുന്നത്? ഖബറിൽ വെച്ചുള്ള ഒന്നാമത്തെ ചോദ്യം തന്നെ മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ? ആ റബ്ബിനെ കുറിച്ച് വ്യക്തമായി പറയാൻ കഴിയാതെ ഖബറിൽ ശിക്ഷയ്ക്ക് വിധേയമാകുന്നവരവസ്ഥ ആലോചിക്കാൻ കഴിയുമോ? എങ്കിൽ നമ്മുടെ കടമയാണ് അള്ളാനെ ഒന്ന് പരിചയപ്പെടണം. അതിനല്ലാടെ പേരുകൾ അറിയണം. അല്ലാഹു സമീആണ്, ബസീറാണ്, അലീമാണ്, ഖദീറാണ്, മുജീബാണ്, റഊഫാണ്, റഹീമാണ്, റഹ്മാനാണ്, ഖദീറാണ്, ഖരീബാണ്. 10 ഞാനിപ്പോൾ എണ്ണിക്കഴിഞ്ഞു. ഇനിയും എത്രയോ എണ്ണാൻ കിടക്കുന്നു. ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കണം. ഈ ഫാമിലി കോൺഫറൻസ് അവസാനിച്ചു പോകുമ്പോൾ എനിക്കെന്നോടും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും കുഞ്ഞുമക്കളോടുമടക്കം പറയാനുള്ളത്, നിങ്ങൾ അല്ലാഹനെ ഒന്ന് പഠിക്കണേ. ഓരോ പേരിൻ്റെയും അർത്ഥം പഠിക്കണം. അസ്മാഉൽ ഹുസ്ന എഴുതി വെച്ചിട്ട് ടാഗാക്കി കാറിൽ ഡ്രൈവറുടെ മുമ്പിൽ തൂക്കിയിട്ട് ബർക്കത്തെടുക്കാനുള്ളതല്ല. അത് ഫ്രെയിം ചെയ്ത് ചുവരിൽ തൂക്കിയിടാനുമുള്ളതല്ല. അതെഴുതിയിട്ട് ആ വെള്ളം കുടിക്കാനുമുള്ളതല്ല. അത് കടലാസിലോ തുണിയിലോ എഴുതിയിട്ട് ഏലസാക്കി കെട്ടി ബർക്കത്തെടുക്കാനുമുള്ളതല്ല. മറിച്ച് നീ നിന്റെ റബ്ബിനെ പഠിക്കാനുള്ളതാണ് അവൻ്റെ നാമങ്ങൾ. അങ്ങനെ അവനെ പഠിച്ചിട്ട് അവനെ വിളിക്കണം. ഓരോ സമയത്തും യോജിച്ച നിലക്ക് നീ അവനോടങ്ങനെ വിളിക്കണം, സംസാരിക്കണം. ആ പേരുകളൊക്കെ കൃത്യമായി നമ്മൾ പഠിക്കുമ്പോൾ റഹ്മാനായ റബ്ബിനെ പോലെ എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം അറിയാവുന്ന, ഇതൊക്കെയാണല്ലോ ഈ ഓരോ പേരിൻ്റെയും അർത്ഥം. ഓരോ പേരും വിശദീകരിക്കാൻ നിന്നാൽ മണിക്കൂറുകൾ വേണ്ടിവരും. ഞാൻ സൂചന കൊണ്ട് മതിയാക്കുന്നു. റഹ്മാനായ റബ്ബ് എല്ലാം കേൾക്കും എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ റബ്ബിനെ പോലെ എല്ലാം കേൾക്കുന്ന ഒരു ശക്തി പിന്നെ ലോകത്ത് ഉണ്ടാകാനേ പാടില്ല. അങ്ങനെ എല്ലാം കേൾക്കുന്ന ഒരു ശക്തി വേറെ ഉണ്ടാവില്ല. എല്ലാം കാണുന്ന ഒരു ശക്തി വേറെയില്ല. എല്ലാം അറിയാവുന്ന ഒരു ശക്തി വേറെയില്ല. മാത്രമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള ഒരു കാഴ്ചയോ കേൾവിയോ അറിവോ കഴിവോ ഒരു സൃഷ്ടിക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. അത് സൃഷ്ടാവായ ഖാലിഖായ അവൻ്റെ മാത്രം കഴിവാണ്. അങ്ങനെ പഠിച്ചു വെക്കണം നമ്മൾ.
ആ രൂപത്തിൽ നമ്മളുടെ വിശ്വാസം അപ്പോൾ ശുദ്ധമാകും. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ അല്ലാഹ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം എവിടെ നിന്ന് ഞാൻ വിളിച്ചാലും എൻ്റെ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ എനിക്ക് കഴിവുള്ള ഒരേ ഒരു റബ്ബേയുള്ളൂ, അതെൻ്റെ അല്ലാഹയാണ്. അവൻ മാത്രമേ അതിന് കഴിവുള്ളവനുള്ളൂ എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കും? മറ്റുള്ളവരോട് രോഗശിഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മറ്റുള്ളവരോട് സന്താന ലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കും? അതേ എന്നെ കൊണ്ട് സാധ്യമല്ല. കാരണം ഞാൻ എൻ്റെ റബ്ബിനെ അറിഞ്ഞു കഴിഞ്ഞു. അറിയാത്തത് കൊണ്ടാണ്, അറിയാത്തവരാണ് ശിർക്കിലേക്ക് പോവുക. അതുകൊണ്ടാണ് യഹൂദിയെക്കുറിച്ച് പറഞ്ഞിടത്തും അറേബ്യൻ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞിടത്തുമൊക്കെ അല്ലാഹ് പറഞ്ഞ ഒരു വാചകമുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അല്ലാഹനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാ അവർ മറ്റുള്ളവരോട് തേടിയത്, അതുകൊണ്ടാ മറ്റുള്ളവർക്ക് വേണ്ടി നേർച്ച കൊടുത്തത്, അതുകൊണ്ടാ മറ്റുള്ളവർക്ക് വേണ്ടി അറിവ് നടത്തിയത്, അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ പേരിൽ സത്യം ചെയ്തത്. നമുക്കങ്ങനെ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമുക്കത് പറ്റില്ല. കാരണം റഹ്മാനായ റബ്ബിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ആ ഒരു പ്രത്യേകത അത് പഠിച്ചാൽ കിട്ടുന്നുണ്ട്. തീർന്നില്ലല്ലോ, ജീവിതം എന്തുപോലെ വിശുദ്ധമാകും. അള്ളാന്റെ പേരുകൾ പഠിക്കുമ്പോൾ, ഓരോ പേര് പഠിക്കുമ്പോഴും അള്ളാഹിനോടുള്ള സ്നേഹം കൂടും, ബഹുമാനം കൂടും, ഭയം വർദ്ധിക്കും, ആദരവ് വർദ്ധിക്കും, അനുസരണ ബോധമുണ്ടാകും, മനസ്സ് വല്ലാതെ വിനീതനാകും. എന്തേ കാരണം? എൻ്റെ റബ്ബാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമെങ്കിൽ ഒരാളും കാണാതെ ഇവിടെ വെച്ച് എനിക്കൊരു തെറ്റും ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ലാഹ് കാണുന്നുവല്ലോ, കേൾക്കുന്നുവല്ലോ, അറിയുന്നുവല്ലോ. ഇത് അടിയുറച്ച് വിശ്വസിക്കുന്നവര് മുസ്ലിമിന് അവനെ ആര് നോക്കുന്നില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ടല്ലോ, എൻ്റെ റബ്ബ് കേൾക്കുന്നുണ്ടല്ലോ, എൻ്റെ റബ്ബിന് അറിയാമല്ലോ, അവന് മരണമില്ലല്ലോ, ഉറക്കമില്ലല്ലോ, ഒന്ന് മയങ്ങുക പോലുമില്ലല്ലോ എന്നിങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ പിന്നെ ഹറാമ് ചെയ്യാൻ മനസ്സ് വരുമോ? അപ്പൊ അള്ളാനെ അറിഞ്ഞാലുള്ള രണ്ട് ഗുണങ്ങളായി ഇപ്പൊ നിങ്ങൾ കേട്ടത്. അള്ളാനെ ശരിക്ക് പഠിച്ചാലുള്ള ഒന്നാമത്തെ ഗുണം, നമ്മുടെ തൗഹീദ് ശരിയാകും, നമ്മുടെ വിശ്വാസം ശുദ്ധമാകും, ശിർക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരില്ല. രണ്ടാമത്തെ ഗുണം എന്താണ്? നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ശുദ്ധമാകും. പിന്നെ ഹറാമ് നമ്മൾ നോക്കൂല, അത് കേൾക്കൂല, അത് പറയൂല, അത് സമ്പാദിക്കൂല, അത് കഴിക്കൂല. എന്തേ കാരണമെന്നോ? റബ്ബിനെ അവൻ ശരിക്കും ഗ്രഹിച്ചു കഴിഞ്ഞു. ഈ ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഏറ്റവും മനസ്സിലുണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ റബ്ബിനെ അറിയാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റബ്ബിൻ്റെ പേരുകളിലൂടെ അവനെ പഠിക്കലാണ്, അസ്മാഉൽ ഹുസ്നകൾ മനസ്സിലാക്കലാണ്. ഇനി രണ്ടാമത്തൊരു വഴി എന്താണെന്നോ? ഞാനും നിങ്ങളും അതാ നമ്മൾ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഏതൊക്കെ ദിക്റുകൾ ചൊല്ലണം, ഏതൊക്കെ ദുആകൾ പറയണം, ഇതിനൊക്കെ നമുക്ക് അധ്യാപനങ്ങളുണ്ട്. ഓരോ ദിക്റുകളും ദുആകളും അർത്ഥവും ആശയവും പഠിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് അല്ലാഹനെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പിന്നെ വ്യതിയാനം സംഭവിക്കൂല. എന്തേ കാരണം? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹ്ക്കാ സ്തുതി. അവനാ എനിക്ക് ജീവൻ നൽകിയത്, മരിപ്പിച്ചതിൻ്റെ ശേഷം എനിക്ക് ഹയാത്ത് നൽകിയത് അവനാ. മരിച്ചാൽ ഞാൻ അവൻ്റെ കോടതിയിലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. അപ്പം ആരോടാ സ്തുതി പറഞ്ഞത്? ലോകത്ത് ഒരു ശക്തിയോടുമല്ല. അൽഹംദുലില്ലാഹില്ലദീ ആഫാനീ ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. എനിക്ക് ആഫിയത്ത് നൽകിയവൻ, അതുപോലെ തന്നെ അവനെ ഓർക്കാനുള്ള പ്രത്യേകമായ തൗഫീഖ് നൽകിയവൻ,
എല്ലാ അർത്ഥത്തിലും എനിക്ക് വേണ്ടതൊക്കെ നൽകുന്നവൻ എന്നും പറഞ്ഞിട്ട് അതും അതിൻ്റെ കൂട്ടത്തിലെ ദിക്റാണ്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് എത്ര ദിക്റുകളുണ്ട് പറഞ്ഞാൽ തീരുമോ? ഓരോ ദിവസവും മിനിമം 2 തവണയെങ്കിലും നമ്മൾ പറയേണ്ടുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ദുആയുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വ അന അബ്ദുക എന്ന് തുടങ്ങുന്ന ഒരു ഇസ്തിഗ്ഫാറിൻ്റെ പ്രാർത്ഥനയുണ്ട്. അത് പാപമോചനത്തേട്ടത്തിൻ്റെ പ്രാർത്ഥനയുടെ നേതാവെന്നാണ് മുത്തുനബി നമുക്ക് പരിചയപ്പെടുത്തിയത്. ഈ ഫാമിലി കോൺഫറൻസിൽ വന്ന മുഴുവൻ ആളുകളോടും എന്നോടെന്ന പോലെ ഞാനൊരു വസിയ്യത്ത് പറയുന്നു. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പകലിൽ 1 തവണയും രാത്രി 1 തവണയും പറയാത്ത ഒരു ദിവസം നമുക്ക് ഉണ്ടാകാനേ പാടില്ല. കാരണമെന്താ? അതിൽ നമ്മുടെ തൗഹീദ് ഉറക്കുകയാണ്, തൗബ ഉറപ്പിക്കുകയാണ്, എല്ലാം അല്ലാഹുവിൽ സമർപ്പിക്കുകയാണ്. അത് മനസ്സറിഞ്ഞ് പകൽ സമയത്ത് പറഞ്ഞവനെങ്ങാനും ആ പകലിൽ മരണപ്പെട്ടാൽ അവൻ സ്വർഗക്കാരനാണ്. അത് രാത്രിയിൽ പറഞ്ഞ് നേരം പുലരുന്നതിൻ്റെ മുമ്പ് ആരെങ്കിലും വഫാത്തായാൽ അവനും സ്വർഗക്കാരനാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ വലിയ കാര്യത്തെ മറന്നുകൊണ്ട് ഒരു പകലോ രാത്രിയോ പിന്നിട്ട് പോകുവാൻ നമുക്കിനി സാധിക്കുമോ? പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അതിനാണ് ഈ ഫാമിലി കോൺഫറൻസുകൾ രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ വേറെ തന്നെയുണ്ട്, വൈകുന്നേര പ്രാർത്ഥനകൾ വേറെ തന്നെയുണ്ട്. അതിലൊക്കെ അല്ലാഹുവിനോട് അല്ലാഹുവേ ആഫിയത്ത് തരണേ ദീനിലും ദുനിയാവിലും എന്നൊക്കെ പറയുന്ന പ്രാർത്ഥന അത് വിശദീകരിക്കാൻ മണിക്കൂറുകൾ വേണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി അല്ലാഹുമ്മ അസ്തുർ ഔറാതി വ ആമിൻ റൗആതി اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. ദയവായി ഞാനൊരു അപേക്ഷ പറയുകയാണ്. ഈ ദിക്റുകളും ദുആകളും ഒക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ പഠിക്കാൻ വലിയ പ്രയാസമല്ലേ? എത്ര വലിയ ദീർഘമായ ദുആകളാണതൊക്കെ. അങ്ങനെ തോന്നരുത്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ ഇതങ്ങ് നിർവഹിക്കുമ്പോൾ എത്ര വലിയ മഹത്വമേറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് റബ്ബിനോട് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഉറങ്ങാൻ നേരത്ത് പറയുന്ന ദുആകളും എല്ലാം അങ്ങനെയാണ്. ഏതിലെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയേയുള്ളൂ. ഖുർആൻ മുഴുവനും പരിശോധിക്ക്, അള്ളാഹുവിനോടല്ലാത്ത ഒരു ദുആ ഇല്ല. ഹദീസുകളിൽ അല്ലാഹുവല്ലാത്തവരോടുള്ള ദുആയില്ല. നിത്യജീവിത പ്രാർത്ഥനകളിൽ അല്ലാഹുവല്ലാത്തവരോടുള്ള ദുആയില്ല. എങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി നമ്മളങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ റബ്ബിനോട് മാത്രമേ പിന്നെ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ പാതയിലൂടെ നീങ്ങുന്നവരാണ് മുസ്തഖീമായ പാതയിലൂടെ പോകുന്ന മോമിനീങ്ങൾ. അവരാണ് അമ്പിയാക്കളുടെ വഴി പിൻപറ്റിയവർ, അവരാണ് ശുഹദാക്കളുടെ വഴി പിൻപറ്റിയവർ, അവരാണ് സിദ്ദീഖീങ്ങളുടെ വഴി പിൻപറ്റിയവർ, അവരാണ് സാലിഹീങ്ങളുടെ വഴി പിൻപറ്റിയവർ. അവർക്ക് നല്ല കൂട്ടുകാരായി നബിമാരെയും ശുഹദാക്കളെയും സിദ്ദീഖുകളെയും സാലിഹീങ്ങളെയും സ്വർഗത്തിൽ കിട്ടുമല്ലോ. അവരെയൊക്കെ കൂട്ടുകാരായി സ്വർഗത്തിൽ കിട്ടണമെങ്കിൽ അവർ കാണിച്ച വഴിയിലൂടെ മുന്നോട്ട് പോകണം. ഒരൊറ്റ നബിയും റബ്ബിനോടല്ലാതെ തേടിയിട്ടില്ല, ഒരൊറ്റ ഷഹീദും റബ്ബിനോടല്ലാതെ തേടിയിട്ടില്ല, ഒരു സിദ്ദീഖോ ഒരു സാലിഹോ റബ്ബിനോടല്ലാതെ തേടിയിട്ടില്ല. എന്നാൽ ഈ പരമമായ സത്യത്തിൽ നിന്ന് നമ്മുടെ സമുദായം എത്രത്തോളം വ്യതിചലിച്ചു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന അവസ്ഥയോളം എത്തി.
നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകാതെ കേൾക്കണേ. ഇതാരോടെങ്കിലും വാശി തീർക്കാനോ ആരെങ്കിലും ചീത്ത പറയാനോ ഉള്ള ഒരു വേദിയല്ല. മറിച്ചെൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരും സഹോദരീ സഹോദരന്മാരും, നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥ ഇന്നെവിടെയാണ് എത്തി നിൽക്കുന്നതെന്നും അതിൽ ഞാനുണ്ടോ, എൻ്റെ കുടുംബാംഗങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണ്ട തിരുത്തലുകൾ വേണമെങ്കിൽ തിരുത്താൻ വേണ്ടിയുള്ള ഗുണകാംക്ഷയോടുകൂടെയുള്ള സംസാരമാണ്. നോക്കൂ നിങ്ങൾ, അൽ റുഫാദ് മാസിക എന്ന് പറയുന്നൊരു മാസികയിൽ നമ്മുടെ നാട്ടിലെ കാന്തപുരം വിഭാഗം മുസ്ലിയാക്കളുടെ ആ പ്രസിദ്ധീകരണത്തിൽ അള്ളാഹുവിനോട് നേരിട്ട് തേടാൻ പാടില്ല എന്നുള്ളതിന് അവർ പറയുന്ന ന്യായം കേട്ടാൽ നമുക്ക് മൂക്കത്തെ വിരൽ വെച്ച് അത്ഭുതപ്പെടാതിരിക്കാനാകുമോ? റബ്ബിനോട് നേരിട്ട് ചോദിച്ചാ എന്താ പ്രശ്നം? മൂസാ നബി അള്ളാഹിനോട് ഒരിക്കൽ പറഞ്ഞില്ലേ, അള്ളാ എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. ആ ചോദിച്ചതല്ലേ ഓർമ്മയുണ്ടായുള്ളൂ. തൂരി സീനാ പർവ്വതത്തിൽ മൂസ നബി ബോധം കെട്ട് വീണില്ലേ? ആരാ മൂസ നബി? അസറായിൽ മൂസ നബിയുടെ റൂഹ് പിടിക്കാൻ വന്നപ്പോ ഇവരെഴുതിയതാ ഞാൻ പറയുന്നത്. അസറായിൽ മൂസ നബിയുടെ റൂഹ് പിടിക്കാൻ വന്നപ്പോ അസറായിലിൻ്റെ കണ്ണങ്ങ് അടിച്ച് പൊട്ടിട്ട് തിരിച്ചയച്ച ആളാണ് മൂസ നബി. അങ്ങനത്തെ മൂസ നബിക്ക് പോലും അള്ളാഹിനോട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണോ അസറായിൽ എന്ന പേര് കേൾക്കുമ്പോഴേക്ക് തന്നെ വിറക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ അല്ലാ അല്ലാ എന്ന് അള്ളാഹിനോടൊന്ന് നേരിട്ട് ഞാൻ പറഞ്ഞോളാ, അങ്ങനെ എനിക്ക് സ്വർഗത്തിലെത്താമെന്ന്. എന്നിട്ട് നമ്മളാണോ വ്യാമോഹിക്കുന്നത് എന്ന് പച്ചയായി അവർ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ടത് അവസാനിപ്പിച്ച വാചകം നിങ്ങൾ കേട്ടോ, നമുക്ക് തിരുനബിയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. നമുക്ക് ചോദിക്കാൻ അർഹത അള്ളാന്റെ റസൂലിനോട് മാത്രമാണത്രേ. അള്ളാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഖുർആനിലെ പ്രാർത്ഥനകൾ മുഴുവനും ഹദീസിലെ പ്രാർത്ഥനകൾ മുഴുവനും നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ മുഴുവനും നിസ്കാരത്തിൻ്റെ അകത്തും ശേഷവുമൊക്കെയുള്ള പ്രാർത്ഥനകൾ അഖിലവും അല്ലാഹുവേ റബ്ബനാ എന്ന് വിളിച്ച റബ്ബിനോടുള്ള വിളിയല്ലേ. അങ്ങനെ വിളിക്കാൻ നമുക്ക് പാടില്ലെന്നാണ് നമുക്ക് നബിയോടെ ചോദിക്കാൻ പാടുള്ളൂ. അള്ളാഹിനോട് ചോദിക്കാൻ അധികാരമുള്ള ഏക വ്യക്തി അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണെന്ന് എഴുതി വിട്ടിരിക്കുന്നു. ഇത് ഇസ്ലാമാണോ? ഈ വിശ്വാസം മനസ്സിൽ വെച്ച് മരിച്ചുപോയാൽ ഓ കുടുംബങ്ങളെ സ്വർഗത്തിലെത്താൻ കഴിയുമോ? ഇങ്ങനെ വിശ്വസിക്കുന്ന എത്രയോ ആളുകളില്ലേ. ഇക്കാര്യം തന്നെ ഖുർആനിൻ്റെ പരിഭാഷ എന്ന പേരിൽ മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയിട്ടുള്ള അയാളുടെ ഖുർആൻ പരിഭാഷയിലും നമുക്ക് കാണാൻ സാധിക്കും. അയാൾ പറയുകയാണ്, എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ, അതേ പരിശുദ്ധ ഖുർആനിലെ ആയത്തോതിക്കൊണ്ടാണ് അയാൾ സമർത്ഥിക്കുന്നത്. ഖുർആനിലൊരായത്തുണ്ട്, നബിയേ എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ്. എൻ്റെ അടുത്തേക്ക് വരാൻ വേറെ ആരും വേണ്ട എന്ന് പറയുന്ന ആയത്താണത്. അതേ ആയത്തെടുത്തിട്ട് ഈ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ച വാചകം കേട്ടോളൂ നിങ്ങൾ. തുടക്കത്തിൽ വൈദാസ അലക്ക എന്നുണ്ടല്ലോ, നബിയെ താങ്കളോട് ചോദിച്ചാൽ, അപ്പം എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ എന്ന പ്രയോഗത്തിൽ എന്ന് തന്നെ മനസ്സിലാകുന്നത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കും എന്നാണ്. യഥാർത്ഥ അടിമകളാകണമെങ്കിൽ അള്ളാഹിനോട് ചോദിക്കും മുമ്പ് നബിയോടാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കാത്തവർക്ക് അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ലെന്ന് തന്നെ ഇതിൽ വ്യക്തമാകുന്നു. നോക്കണം നിങ്ങൾ,
റഹ്മാനായ റബ്ബിന്റെ വാചകം എടുത്തുദ്ധരിച്ചിട്ടാണ് ഈ ദുർവ്യാഖ്യാനിക്കുന്നത്. ഖുർആനിന്റെ പേരിൽ കളവ് പറയുകയാണ്. അള്ളാഹുവിൻ്റെ അടുപ്പം കിട്ടണമെങ്കിൽ, അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ റസൂലുള്ളാഹിനോട് പറയണം. അതിനാണത്രേ ഇർതകബ്തു അലൽ ഖതാ غير حصر وعدد لك أشكو فيه يا سيدي خير النبي കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാതേറി ഞാൻ അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. കണക്കല്ലാത്ത തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തു പോയി നബിയേ, അങ്ങയോട് ഞാൻ ആവലാതി പറയുകയാണ്, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് മുത്ത് മുസ്തഫയോട് ചോദിക്കാൻ മൗലിദിൽ ആവശ്യപ്പെടുന്നു. ഓ പ്രിയമുള്ളവരെ, മുത്തുനബിയുടെ മദ്ഹല്ലേ ഞങ്ങൾ പറയുന്നത്? നിങ്ങൾ മൗലിദിൻ്റെ വിരോധികളാണ്, ഞങ്ങൾ മുത്തുനബിയെ പ്രശംസിക്കുകയല്ലേ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ അർത്ഥമൊന്ന് ചിന്തിക്കോ. തെറ്റുകൾ പറ്റിയവരോട് മുത്ത് മുസ്തഫ പറഞ്ഞതെന്താ? നീ അല്ലാഹുവിനോട് പാപമോചനം തേടിക്കോ, അതിന് പകരം നീ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോ എന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നുവോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമുക്കിത് സാധ്യമാവുക? അപ്പൊ സഹോദരങ്ങളെ, എവിടെ എത്തി? നമുക്ക് നബിയോടെ സഹായം തേടാൻ പറ്റുള്ളൂ എന്നായി. ആ നബിക്ക് മാത്രമേ അള്ളാഹിനോട് ചോദിക്കാൻ അധികാരമുള്ളൂ എന്നായി. നബിയോട് ചോദിക്കാത്തവർക്ക് അള്ളാഹുവിനോടുള്ള അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ല എന്നും ഇവിടെ പറഞ്ഞു. 3 അപകടകരമായ വാദങ്ങൾ പറഞ്ഞു. അതുകൊണ്ടൊന്നും തീർന്നില്ലല്ലോ. നമ്മുടെ ഫാമിലി കോൺഫറൻസുകളുടെയും നമ്മുടേതായ ദഅവത്തിൻ്റെയും ഫലം എത്രത്തോളം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണമെന്ന് കൂടി ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഓരോന്നോരോന്നങ്ങനെ പറഞ്ഞു വെച്ചപ്പോൾ പിന്നെ എന്തും പറയാമെന്ന നിലയിലേക്കും അവർ എത്തിപ്പോയി. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചും അതുപോലെ തന്നെ ഔലിയാക്കളെന്ന് പറയപ്പെടുന്നവരെ കുറിച്ചും പിന്നെ പറഞ്ഞത് അവര് മുദബ്ബിറുൽ ആലമാണ്, ലോകം മൊത്തം അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അവരൊന്ന് കണ്ണ് ചിമ്മിയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിയിടിക്കും. അവരൊന്ന് കണ്ണ് ചിമ്മിയാൽ ഇവിടെയുള്ള തീവണ്ടികളും അതുപോലെ തന്നെ സൂര്യചന്ദ്ര നക്ഷത്രാദികളുമൊക്കെ ഉതിർന്നു വീഴും. ഇവിടെയാകെ പ്രശ്നങ്ങളുണ്ടാകും. അവരറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. അവരറിയാതെ അല്ലാഹു ഒന്നും ചെയ്യൂല. അവർക്ക് ഉറക്കമില്ല, അവർക്കും മയക്കമില്ല. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും അവരാണ് തരുന്നത്, നമ്മൾ കുടിക്കുന്ന വെള്ളവും അവരാണ് തരുന്നത്. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയേണ്ടുന്ന കാര്യങ്ങൾ മുഴുവനും മഹാന്മാരെ കുറിച്ചും പറഞ്ഞില്ലേ? ആദ്യം പറഞ്ഞത് മുത്ത് മുസ്തഫയാണ് ലോകത്തിൻ്റെ കൺട്രോളർ എന്നാണ്. ഈ ലോകത്തെ സർവ്വ ചലനങ്ങളും എല്ലാ ചലനങ്ങളെയും ആധികാരികമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ തങ്ങളാണെന്ന് ഒരു പ്രഭാഷകൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. തെക്ക് ഭാഗത്തുള്ള ഒരു പ്രഭാഷകൻ പറയാണ്, അള്ളാഹിൻ്റെ റസൂലാണ് ലോകത്തെ മുഴുവൻ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത്. കേട്ടുനോക്കൂ അയാളുടെ വാചകം. ലോകത്തുള്ള എല്ലാ ചലനങ്ങളെയും ആധികാരികമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കണ്ടില്ലേ? ലോകത്തുള്ള എല്ലാ ചലനങ്ങളെയും അടിവരയിടണം. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും നമ്മെക്കുറിച്ച്, നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാം ഈ ലോകത്തുള്ള സർവ്വചലനങ്ങളെയും ആധികാരികമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ നേതാവായ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്നാണ് ഇയാൾ പ്രസംഗിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ തുടക്കത്തിൽ ഒരു ഹദീസ് കേൾപ്പിച്ചില്ലേ, ഓ നബിയേ, അങ്ങയും അള്ളയും ഉദ്ദേശിച്ചതെന്ന് ചേർത്തൊന്ന് പറഞ്ഞപ്പോഴേക്ക് നീ അള്ളാഹുവിൻ്റെ കൂടെ നീ എന്നെ സമനാക്കുന്നുവോ എന്ന് ചോദിച്ച റസൂലുള്ള എങ്ങാനും ഇവരുടെ ഈ വാദം അറിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ ഇവരോടല്ലേ ഒന്നാമതായി യുദ്ധം പ്രഖ്യാപിക്കുക. അത്രത്തോളം കടുത്ത അപരാധമാണ് റസൂലുള്ളാടെ പേരിൽ പറഞ്ഞു വെച്ചത്. നബിതങ്ങളെ കൊണ്ട് അവസാനിപ്പിച്ചില്ല, ഔലിയാക്കളെ കുറിച്ച് മുഴുവനും അത് തന്നെ പറഞ്ഞു. ലോകത്തിൻ്റെ കുത്തുബുല്ലാലമകളാണ്, മുദബ്ബിറുല്ലാലമകളാണ്. അങ്ങനെ ശൈഖുമാരെ കുറിച്ച് അവസാനമതാ കോഴിക്കോട്ടെ മടവൂരിലുള്ള മടവൂർക്കാരനെ കുറിച്ചും അത് തന്നെ പറഞ്ഞു. അങ്ങനെ അവരോട് നമുക്ക് അള്ളാഹിനോട് ചോദിക്കുന്നതൊക്കെ അവരോടും ചോദിക്കാം. എത്രത്തോളം സൂറത്തുൽ ഫാത്തിഹയിൽ സർവ്വ മുസ്ലിമീങ്ങളും നെഞ്ചത്ത് കൈകെട്ടിക്കൊണ്ട് റബ്ബിനോട് പറയുമ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ നീ ഞങ്ങളെ ചേർത്ത് തരണേ അല്ലാ എന്ന് പറയാത്തവരാരായി കൂട്ടത്തിലുള്ളത്? അത് കേട്ടിട്ട് ആമീൻ പറയാത്തവരാരായി കൂട്ടത്തിലുള്ളത്? എങ്കിൽ അതുപോലും മഹാന്മാരോട് പറയാം, മടവൂരിനോട് പറയാം, മൊയ്തീൻ ശൈഖിനോട് പറയാം എന്ന് ഒരു സംവാദത്തിൻ്റെ വേദിയിൽ വെച്ച് ഇതേ മംഗലാപുരത്ത് വെച്ചാണ് ഒരു വ്യക്തി പ്രസംഗിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്രത്തോളം ഇവരുടെ മനസ്സുകൾ കടുകട്ടിയായിപ്പോയി. അവിടൊന്നും പിന്നെ സ്റ്റേജ് പോയി, പിന്നെയും സ്റ്റേജിൽ നിന്ന് വിട്ടുപോയി അവര്. പിന്നെ പറയാൻ തുടങ്ങി, മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ. മടവൂരാരാ പടച്ചോനാണോ ചോദിക്കുന്നവരോട് പറയൂ, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിഞ്ഞോളീ എന്ന് താളമേളങ്ങളോടെ പാട്ട് വരെ ഇറക്കിയില്ലേ. അങ്ങനെ ഇനി അതേ പറയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മടവൂരാണ് ഞങ്ങളുടെ പടച്ചോനെന്ന് പറഞ്ഞു. അതിന് ന്യായീകരണവും വന്നു അവരുടെ ഭാഗത്ത് നിന്ന്. പടച്ചോനെന്ന് പറയുന്നതിനെന്താ തടസ്സം? അള്ള കൊടുക്കാത്ത കഴിവുണ്ട് ഞങ്ങൾ പറയുന്നില്ലല്ലോ. അള്ളാടെ കഴിവാണ് പടക്കുവാനുള്ള കഴിവ്. ആ കഴിവും അവന് ആർക്കും വിട്ടുകൊടുക്കാമല്ലോ. അപ്പം അള്ള കൊടുത്ത കഴിവ് കൊണ്ട് ഒരാൾ പടക്കും എന്ന് പറഞ്ഞാൽ, പടച്ചവനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെന്താണ് മൗലൈമാരെ ഛേദമെന്നും? മാത്രമല്ല ചില സഖാഫിമാര് നമ്മളോട് പണ്ടു ചോദിച്ചിരുന്നു, അള്ള കൊടുക്കുന്ന കഴിവിന് പരിധി നിശ്ചയിക്കാൻ, ലിമിറ്റ് നിശ്ചയിക്കാൻ മൗലൈമാരെ നിങ്ങൾക്കെന്താ അധികാരം? അള്ളാഹ്ക്കവൻ ഉദ്ദേശിക്കുന്നതൊക്കെയാണ് കൊടുത്തൂടെ? കാരണം അള്ള പറഞ്ഞിട്ടില്ലേ, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. തീർച്ചയായും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കല്ലാതെ കൊടുക്കുന്നവനാണ്. അപ്പം കണക്കല്ലാതെ കൊടുക്കുന്നു അള്ള പറയുമ്പോൾ അതിന് കണക്കും ലിമിറ്റും നിശ്ചയിക്കാം മൗലൈമാരെ നിങ്ങൾക്കെന്താ അധികാരം എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളൊരു കാലത്ത് ഇവർ പരിധി വിട്ട് മഹാന്മാരെ പുകഴ്ത്തിയപ്പോൾ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ എതിരോധിയ ആയത്തായിരുന്നു ഇതൊക്കെ. എന്നാൽ ഇന്നിപ്പോൾ എന്തായി അവസ്ഥ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ എതിർത്തവരെല്ലാം ഒരു കാലത്ത് അമ്പിയാക്കളെ എതിർത്തവരെന്ന് പറഞ്ഞു, ഔലിയാക്കളെ എതിർത്തവരെന്ന് പറഞ്ഞു, മുഅ്ജിസത്ത് നിഷേധികളെന്ന് നമ്മളെ വിളിച്ചു, കറാമത്ത് നിഷേധികളെന്ന് നമ്മളെ വിളിച്ചു, ഔലിയാക്കളെ തെറി പറയുന്നവരെന്ന് അവർ നമ്മളെ വിളിച്ചു. പക്ഷേ ഇതുപോലെയുള്ള നൂറുകണക്കിന് ഫാമിലി കോൺഫറൻസുകളും ആദർശ വിശദീകരണങ്ങളും കേരളത്തിൻ്റെ മുഖമൂലകളിലും ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ കൊടുമ്പിരിക്കൊണ്ടപ്പോൾ
പിടിച്ചു നിൽക്കാനാവാതെ സമസ്തയിൽ പോലും പൊട്ടിത്തെറിയുണ്ടായി, സമസ്തയിൽ പോലും കലാപമുണ്ടായി. അവരിൽ ഒരു ഭാഗം ഇപ്പൊ പറയുന്നുണ്ടെന്ത്, ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം റസൂലാണെന്നോ മടവൂര് ശൈഖാണെന്നോ പറയാൻ പാടില്ല. അത് ശിർക്കാണ്, അത് റാഫിളത്തിന്റെ വാദമാണ്, അത് പിഴച്ച കക്ഷികളുടെ വാദമാ. അവര് പോലും അവരുടെ പുസ്തകത്തിൽ എഴുതിയ ഒരു വാചകം നിങ്ങൾക്ക് കേൾക്കണോ? പ്രപഞ്ച നിയന്ത്രണം അല്ലാഹു അലിയെ ഏൽപ്പിച്ചു എന്ന് വാദിക്കുന്ന റാഫിളി വിഭാഗവും ഈസാ അലൈഹിസ്സലാമിനാണ് പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണമെന്ന് വാദിക്കുന്ന ബാത്തിനിയ കക്ഷികളുമൊക്കെ സത്യനിഷേധികളാണ്. അവരൊക്കെ കാഫിറുകളാണ്. ചേറൂർക്കാരൻ അബ്ദുള്ള മുസ്ലിയാർ എഴുതിയ ഒരു പുസ്തകമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അടിവരയിട്ട ഭാഗമൊന്ന് വായിച്ചു നോക്കൂ. എന്താ അതിൽ പറയുന്നത്? അല്ലാഹു അലിയാരെ ലോകത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് കാഫിറായി പോകുന്ന വാദമാണ്. ഈസാ നബിയെ അല്ലാഹു ലോകത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതും കാഫിറായി പോകുന്ന വാദമാണ്. മഹാനായ ഒരു നബിയാണ് ഈസ നബി. ഈസ നബി മുദബ്ബിറുൽ ആലമാണെന്ന് പറയുന്നവൻ കാഫിറാണെങ്കിൽ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അലിയും ഫിൽ ജന്ന, അലിയാർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മുത്ത മുസ്തഫയുടെ പുതിയാപ്പിളയും നമ്മുടെ നേതാവുമായ മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണെങ്കിൽ പോലും അദ്ദേഹമാണ് പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം നടത്തുന്നതെന്ന് പറഞ്ഞവർ പോലും കാഫിറുകളാണ് എന്ന് എഴുതി വച്ചില്ലേ ഇവരുടെ പുസ്തകത്തിൽ തന്നെ. അൽഹംദുലില്ലാഹ്. എന്തിനാ ഫാമിലി കോൺഫറൻസ് നടത്തുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? മാറ്റങ്ങൾ വരികയാണ്. അപ്പം നിങ്ങൾ നോക്കൂ, എങ്കിൽ പിന്നെ അലിയാരി മുദബ്ബിറുൽ ആലമാണെന്നും ഈസ നബിയാണ് ലോകത്തിൻ്റെ കൺട്രോളറെന്നും പറയുന്നത് പോലും കാഫിറാകുന്ന വാദമാണെങ്കിൽ, നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, നോമ്പിന് ചായ കുടിക്കുകയും കുടിപ്പിക്കുകയും ചെയ്ത, സ്വർണത്തിൻ്റെ ചെയിന് ധരിച്ച് നടന്ന, അതേപോലെ തന്നെ സ്വന്തം ഭാര്യയെ 3 തലാക്കും ഒറ്റയടിക്ക് കാരണമില്ലാതെ ചൊല്ലിപ്പറഞ്ഞ് പിരിച്ചേച്ച മടവൂർക്കാരനാണ് ലോകത്തിൻ്റെ കൺട്രോളർ എന്ന് പറയുന്നവൻ പിന്നെ എത്ര വട്ടം കാഫിറാകും ഉമ്മമാരെ? എത്ര കുഫറിലാണ് അവർ ചെന്നുപെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു നൽകിയ ബുദ്ധി കൊണ്ട് അതാർക്കും നമ്മൾ പണയപ്പെടുത്തിയിട്ടില്ലല്ലോ. ചിന്തിക്കണേ, നിഷ്പക്ഷമായി ആലോചിക്കണേ. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ ഒരവസ്ഥയിലേക്ക് എത്തിയില്ലേ? നല്ലത് തന്നെ. ഇനി തീർന്നില്ല സഹോദരങ്ങളെ. ഇസ്തിഗാസയുടെ കാര്യത്തിൽ പോലും ഇപ്പോൾ പേരോട് മുസ്ലിയാർക്ക് വരെ വസുവാസ് തുടങ്ങി. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവർ പറഞ്ഞിരുന്നത്? മുഹീദ്ദീൻ ശൈഖിനും ബദരീങ്ങൾക്കുമൊന്നും സ്വന്തമായിട്ട് നമ്മളെ സഹായിക്കാൻ കഴിയൂല, എന്നാൽ അല്ലാഹ് അവർക്കൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കഴിവിൽ നിന്ന് അവർ നമുക്ക് കാര്യങ്ങൾ നേടിത്തരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബദരീങ്ങളെയും മുഹീദ്ദീൻ ശൈഖിനെയും അങ്ങനെ പലരെയും വിളിച്ച് തേടിയിരുന്നവരല്ലേ ആ വിഭാഗം ആളുകൾ. എന്നാൽ ഇപ്പോൾ പേരോടിനൊക്കെ വന്ന മാറ്റം വലിയ അത്ഭുതം തന്നെ. സന്തോഷമാണ്, അൽഹംദുലില്ലാഹ്. വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. മൂപ്പരിക്കൊരു വാദമുണ്ടിപ്പോ, ബദരീങ്ങൾ സഹായിച്ചു എന്നൊന്നും നമ്മൾ പറയരുത്. ബദരീങ്ങൾ സഹായിച്ചു എന്നൊക്കെ പറയുന്നത് മര്യാദ കെട്ട വാക്കാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ബദരീങ്ങൾ സഹായിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നതൊരു മര്യാദകേടിൻ്റെ വർത്തമാനമാണ്. പിന്നെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. എങ്ങനെ? ബദരീങ്ങൾ മുഖേന അല്ലാഹ് സഹായിച്ചു, ബദരീങ്ങൾ കാരണമായി അല്ലാഹ് സഹായിച്ചു എന്നൊക്കെ പറയലാണ് അതിൻ്റെ മര്യാദ. അല്ലാത്ത വർത്തമാനം പറയുന്നത് മര്യാദ കെട്ട
ബന്ധപ്പെട്ട വർത്തമാനമാണ്. അൽഹംദുലില്ലാ, പേരോടിനെ കൊണ്ടത് പറയിപ്പിച്ചത് ഞങ്ങളുടെ അക്ഷീണയത്നമുള്ള അധ്വാനം തന്നെയാണ്. കുറച്ചുകൂടി കഴിയുമ്പോ അള്ളാനോട് തന്നെ പറഞ്ഞാ മതി, റബ്ബ് തന്നെയല്ലേ കഴിവുള്ളവൻ എന്ന ഇടത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്തിച്ചേരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മാത്രമല്ല, മൂപ്പരിപ്പ ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായം തേടുകയാണെങ്കിൽ പോലും നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? റസൂലിനത് ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ? പേരോടാ പറയുന്നത്, പാടില്ല. റസൂലിന് കഴിയൂല, റസൂലിന് കഴിയൂല. പിന്നെ എന്തിനാ നമ്മൾ റസൂലുള്ളാഹിനോട് പറയുന്നത്? നബിയേ, നിങ്ങളൊന്ന് ഇടപെടണേ, അതിലൊന്ന് ഇടപെട്ടിട്ടൊന്ന് സഹായം തരണേ. അതല്ലാതെ റസൂലിന് കഴിയുമെന്ന വിശ്വാസത്തിലല്ല. അതിന് മൂപ്പര് വേറെ ഉദാഹരണവും പറയുന്നുണ്ട്. ഒരിടത്ത് മൂപ്പര് പറയുന്നുണ്ട്, ഒരാളിപ്പോൾ എന്നോട് വന്നിട്ട്, പേരോടുകാരൻ മുസ്ലിയാർ പറയാണ്, ഒരാൾ എന്നോട് വന്നിട്ട് സഹായം ചോദിക്കണെന്ത്? ഉസ്താദേ, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണം. എന്നിട്ട് മൂപ്പര് ചോദിക്കുകയാണ്, എനിക്കങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്കങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിവില്ലല്ലോ. എങ്കിൽ പിന്നെ ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഉസ്താദ് ഇടപെട്ടിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു പള്ളി ഉണ്ടാക്കണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതല്ലാതെ ഉസ്താദിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. തീർന്നിട്ടില്ല, ഉദാഹരണം അടുത്തതും വരുന്നുണ്ട്. അതേ, ഒന്നിനും കഴിയാതെ വീട്ടിലിരിക്കുന്ന അവശനായ ഒരു ബാപ്പാക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ആരോഗ്യമല്ല. അങ്ങനത്തെ ഒരു ബാപ്പനോടൊരു മോൻ ചെന്നിട്ട് പറയാണ്, ഉപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം, ഉപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം. ഉപ്പാക്ക് മര്യാദക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ. കല്ലെടുത്ത് വെക്കാൻ ഉപ്പാക്ക് വയ്യോ? ഉപ്പാക്ക് പടവറിയോ? ഉപ്പ ആശാരിയല്ലല്ലോ, ഉപ്പ കോൺട്രാക്ടർ അല്ലല്ലോ, ഉപ്പ കൽപ്പണിക്കാരനല്ലല്ലോ. ഉപ്പാക്കതിനുള്ള ആരോഗ്യം, ഒരു കല്ല് പൊക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലല്ലോ. പിന്നെ എന്തിനാ മകൻ പോയിട്ട് ഉപ്പാ നിങ്ങൾ എനിക്കൊരു വീടുണ്ടാക്കി തരണം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഉപ്പ ഇടപെട്ടിട്ട് എനിക്കൊരു വീടുണ്ടാക്കാനുള്ള കാര്യങ്ങളിൽ സഹായിക്കണേ, ഇത്രയുള്ളൂ. ഇതേപോലെ ഈ അവശനായി കിടക്കുന്ന ബാപ്പയുടെ സ്ഥാനത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമും അങ്ങനെ തന്നെയാണ്. അവിടുത്തോട് നമ്മൾ എന്തു ചോദിക്കുമ്പോഴും രോഗം മാറ്റണേ നബിയേ, സ്വർഗം തരണേ നബിയേ, നരകത്തുനിന്ന് രക്ഷിക്കണേ നബിയേ, കുട്ടിയെ തരണേ നബിയേ, ആപത്ത് തടുക്കണേ നബിയേ എന്നൊക്കെ പറയുമ്പോൾ അള്ളാന്റെ റസൂലിന് അതിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. മറിച്ച് നബിയേ, നിങ്ങൾ ഇടപെട്ടിട്ട് കാര്യങ്ങൾ നിവർത്തിക്കണം എന്നേ കരുതാൻ പാടുള്ളൂ എന്ന് എത്രത്തോളം ബഹുദൂരം സത്യത്തോടിങ്ങനെ അടുത്തടുത്ത് വരുന്നു. പൂർണ്ണമായി ശരിയായിട്ടില്ലെങ്കിലും അയാളെ പറഞ്ഞ വാദം അങ്ങനെയൊക്കെ ഒരു മാറ്റം മൂപ്പർക്ക് വന്നോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കണേ. മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി, എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ മുൻനിർത്തി അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ടേ നബിയേ, ലിതഖദിയ ലി, അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. ലിതഖദിയ ലി, തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഒന്ന് പോസ് കണ്ടോ, ഒരൊറ്റ മിനിറ്റ്. തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല. പേരോട് പറയണം, ഒന്നും കൂടെ വാചകം വെക്ക്. അള്ളാന്റെ റസൂലിനോട് അങ്ങനെ പറയുമ്പോൾ തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഅന എന്താണ്? തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല. നിർവഹിക്കേണ്ടവൻ അല്ലാഹുവാണ്. അപ്പൊ പിന്നെ നിങ്ങൾ നിർവഹിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതാണ് മൂപ്പര് വിശദീകരിക്കുന്നത്. കേട്ടോളൂ. അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. ലിതഖദിയ ലി, തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല. നിർവഹിക്കേണ്ടവൻ അള്ളയാണ്. അപ്പൊ തങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, സാധേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണോ, എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല. പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ്.
അതിനാണ് നിങ്ങൾ വലിയ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ പറയുന്നതാണത്. അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ. ഇനി ബാപ്പന്റെ ഉദാഹരണം പറയുന്ന കേട്ടോളി. അവശനായി കിടക്കുന്ന ബാപ്പാനോട് ചോദിക്കും പോലെ, ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരെടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ കേട്ടോ, ഇതുപോലെ ആ വാചകം കേട്ടോ, ഇതുപോലെ ശ്രദ്ധിച്ചോ. കൊണ്ട് കഴിയൂല, മരെടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അല്ലാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ നിൽക്കട്ടെ, അതാണ് അതിന്റെ അർത്ഥം. അപ്പോ കാര്യം വളരെ വ്യക്തമാണ്. അൽഹംദുലില്ലാ, നല്ല മാറ്റാണ് മുസ്ലിയാരെ ഇങ്ങൊക്കെ വരുന്നത്. നാദാപുരത്തൊക്കെ നിങ്ങൾ എത്രയും ഇങ്ങോട്ട് പറഞ്ഞിരുന്നത്, അതൊക്കെ അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് അവർ സഹായിക്കും. നാദാപുരമൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം പിന്നിടുമ്പോൾ മുതലായില്ലേ ആ ഗണ്ണനവും പ്രഭാഷണമൊക്കെ. ഫാമിലി കോൺഫറൻസിൽ മുഴുവനും ഞങ്ങൾ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വിഷയത്തിന് നാടൊട്ടാകെ ക്യാമ്പയിൻ നടത്തിയവരാണ് കേരളത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതേ പാത പിൻപറ്റി ഇവിടെ കർണാടക സലഫി അസോസിയേഷന്റെ പ്രവർത്തകരും കൃത്യമായി തന്നെ സമൂഹത്തോടത് ഉത്ബോധിപ്പിച്ചവരാണ്. മാറ്റങ്ങൾ കാണുന്നില്ലേ? ഇതിനാണ് ഇങ്ങനെ അധ്വാനിക്കുന്നത് സഹോദരങ്ങളെ. അപ്പോ നിങ്ങൾ ചിന്തിക്കേ, രോഗം മാറ്റാനും വെള്ളം തരാനും മഴ തരാനും ഒന്നിനും അള്ളാന്റെ റസൂലിന് കഴിയൂല, സ്വർഗം തരാൻ കഴിയൂല. ഒക്കെ ഇടപെടാൻ വേണ്ടി മാത്രമുള്ള ചോദ്യമാണ്. എങ്കിൽ ഇനി ഖുത്ബിയ്യത്ത് നിങ്ങൾ ചുട്ടുകരിക്കണം, മുഹീദ്ദീൻ മാല നിങ്ങൾ ചുട്ടുകരിക്കണം. എന്താ ഖുത്ബിയ്യത്തിലൂടെ നിങ്ങൾ ചൊല്ലുന്നത്? ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലദാ ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹീദ്ദീനി. മുഹീദ്ദീൻ ശൈഖിനോട് പറയാണ്, നിങ്ങൾ പ്രവേശിച്ച ഹിദായത്തിൻ്റെ വഴിയിലേക്ക് എന്നെയും ചേർക്കണേ. ഇടപെടണേ എന്നല്ല, നിങ്ങൾ എന്നെ അതിലേക്ക് ചേർക്കണം, എനിക്ക് നേർവഴി തരണം. അതാ മംഗലാപുരത്തെ വാദപ്രതിവാദത്തിൽ മുസ്ലിയാരി പറഞ്ഞത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നും ചോദിക്കാം. എന്നിട്ട് പറയുന്നത് എന്താ? നിങ്ങൾ ഇടപെടണം എന്നൊന്നുമല്ല പറയുന്നത്. ഫല്ലാഹു അഅതാകഹു, അത് തരാനൊക്കെയുള്ള കഴിവ് അല്ലാഹ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ശൈഖേ. അതുകൊണ്ട് വഅൻത മാലികുഹു, അതുകൊണ്ട് നിങ്ങളാണിപ്പോ അതിൻ്റെ ഉടമ, നിങ്ങളാണിപ്പോ അതിൻ്റെ അധികാരി, നിങ്ങളാണതിൻ്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത്, കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണേ. കാരണം നിങ്ങൾക്കാണ് അതിൻ്റെ അധികാരം തന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്ന ഖുത്ബിയ്യത്ത് ഇനി ചൊല്ലാൻ പാടുണ്ടോ? തീർന്നില്ലല്ലോ. മുഹീദ്ദീൻ മാല ചൊല്ലാൻ പറ്റോ? മുഹീദ്ദീൻ മാല ചൊല്ലാൻ പറ്റോ? ബല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാവുത്തീരം ചെയ്യും ഞാനെന്നോവർ. ഏത് സ്ഥലത്ത് വെച്ച് എന്നോട് വിളിച്ചാലും വിളിച്ചോൻ്റെ വായ പൂട്ടുന്നതിൻ്റെ മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുമെന്നാണ് മുഹീദ്ദീൻ ശൈഖ് പറയുന്നതത്രേ. ഞാൻ ഇടപെട്ട് അള്ളാനോട് പറയുമെന്ന ഒരു വാചകം അവിടെ ഇല്ലല്ലോ. എങ്കിൽ ഇനി മുഹീദ്ദീൻ മാലയുടെ സ്ഥാനം എവിടെയാണ്? ഉള്ളാളത്തെ മാലയുടെ സ്ഥാനം എവിടെയാണ്? മടവൂര് മാലയുടെ സ്ഥാനം എവിടെയാണ്? റിഫാഴി മാലയുടെ സ്ഥാനം എവിടെയാണ്? അജ്മീർ മാലയുടെ ചരിത്രം ആലം എവിടെയാണ്? അതേപോലെ തന്നെ നൂറുകണക്കിന് ആളുകളുടെ പേരിൽ നിങ്ങൾ മാലപ്പാട്ട് കെട്ടിയിട്ടില്ലേ? മൗലിദ് കെട്ടിയുണ്ടാക്കിയിട്ടില്ലേ? അതിലൊക്കെ അവരോട് വിളിച്ച് നേരിട്ടങ്ങനെ സഹായം തേടുന്ന ഇതൊന്നും ഇനി പാടില്ല എന്ന്
എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതേ എവിടെ എത്തി? അൽഹംദുലില്ലാഹ്, മാറ്റങ്ങൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ ചിന്തിക്കണം, മാത്രമല്ല ഔലിയാക്കന്മാരെ കുറിച്ച് അവർക്ക് എന്തിനും എല്ലാത്തിനും ലൈസൻസ് ഉള്ള മട്ടിലാണ് പറയുക. എന്തേ നിങ്ങൾ ആലോചിക്കുക, ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവരാണ്, റബ്ബിന് വെറുപ്പുള്ളത് അവർ ചെയ്യൂല, ഒരു കറാഹത്ത് പോലും ചെയ്യൂലല്ലോ. എന്നാൽ മടവൂർ ശൈഖിനെ കുറിച്ച് എന്തൊക്കെയാ പറയാറുള്ളത്? നിസ്കരിക്കൂല, നോമ്പെടുക്കൂല, അതേപോലെ തന്നെ പലപ്പോഴും നഗ്നനായി നടന്നിട്ടുണ്ട്. ഹോട്ടലിൽ കയറിയിട്ട് ചായ ചോദിച്ചിട്ട് ചായ കുടിച്ച് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിൻ്റെ ഉടമ പൈസ ചോദിച്ചപ്പോൾ ആ ബിൽഡിങ് തന്നെ, ചായക്കട തന്നെ കത്തിപ്പിച്ച കറാമത്തുള്ളയാളാണെന്ന് പറയുന്ന ആളുകൾ സ്വന്തം ഭാര്യയെ ഒറ്റയിരിപ്പിന് 3 തലാക്ക് ഒരു പേപ്പർ എഴുതി കൊടുത്തു എന്നും, അതൊരു വലിയന് പോയിട്ട് സാധാരണക്കാരന് പോലും പറ്റുമോ? പേരോട് മുസ്ലിയാർ തന്നെ പറയട്ടെ, ഒറ്റയടിക്ക് 3 തലാക്ക് പറയുന്നതിൻ്റെ വിധി എന്താണെന്ന് പേരോടിനെ കൊണ്ട് ആദ്യം ഞാൻ പറയിപ്പിക്കുന്നു. വരട്ടെ പേരോട്. അഥവാ തലാക്ക് ചൊല്ലേണ്ടി വന്നാൽ തന്നെ ഇസ്ലാമിന്റെ നിയമം എന്താ? 1 തലാക്കേ ചൊല്ലാവൂ, 2 ചൊല്ലരുത്, ഒന്നേ ചൊല്ലാവൂ. ഞാൻ തലാക്ക് ചൊല്ലിയത് മാത്രം പറഞ്ഞാൽ ഒന്നേ പോവുള്ളൂ. ഞാൻ 1 2 പറഞ്ഞ ആവശ്യമില്ല. ഞാൻ തലാക്ക് ചൊല്ലിയത് മാത്രം പറഞ്ഞാൽ 1 തലാക്കേ ആവും. ഇനി അത്യാവശ്യം വന്നാൽ 2 3 തലാക്ക് ചൊല്ലണം എന്ന് കിതാബിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. 3 തലാക്ക് ചൊല്ലണം എന്ന് പറഞ്ഞാൽ ചൊല്ലിയാൽ തലാക്ക് 3 സംഭവിക്കും എന്നേ കിതാബ് പറഞ്ഞുള്ളൂ. ചൊല്ലണം എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ചൊല്ലരുത് എന്ന എല്ലാ കിതാബിലുള്ളത്. 3 തലാക്ക് ചൊല്ലാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനറിയോ? ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് എല്ലാ പെണ്ണും പെണ്ണ് കെട്ടുക, ഇതിന്റെ 3 തലാക്ക് ഇങ്ങനെ ചൊല്ലിവിടലാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. അവരുടെ തെറ്റിദ്ധാരണ അവർ തിരുത്തേണ്ടതാണ്. 3 തലാക്ക് ചൊല്ലാൻ പാടില്ലെന്നാണ്. ചില ഇമാമിങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞവരുണ്ട്, ചിലർ കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട്. പാടില്ല എന്നുള്ളത് എല്ലാ ഇമാമികളും പറഞ്ഞ കാര്യം. 3 തലാക്ക് ചൊല്ലാൻ പാടില്ല. എന്നാ പിന്നെ ആ ഹറാമ് ചെയ്ത ആളെ കൊണ്ടുവരാ. നമ്മള് ആ ഹറാമ് ചെയ്ത ഒരാളുണ്ട്, മൂപ്പരൊന്ന് കൊണ്ടുവരാ. ഇസ്ലാം കൽപ്പിച്ച കാര്യമല്ല, സുന്നത്താക്കിയ കാര്യമല്ല, അതുപോലെ തന്നെ ഇസ്ലാം വേണം എന്ന് പറഞ്ഞ കാര്യമല്ല. മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ആരെങ്കിലും അതിനെ സംബന്ധിച്ച് പഠിക്കാത്തതുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അവര് തിരുത്തേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മുസ്ലിമീങ്ങൾ പലരും അങ്ങനെ ചൊല്ലുന്നില്ലേ? അത് ഞാൻ നേരത്തെ പറയൽപ്പെട്ട നിയമം ദുരുപയോഗം ചെയ്യുകയാണ്. അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് നിയമം ദുരുപയോഗം ചെയ്യാൻ അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല. ഇഷ്ക് ഹൃദയത്തിൽ നിറഞ്ഞ മനസ്സോടെ ബഹുമാനപ്പെട്ടവര് പള്ളിയിലങ്ങ് ഇരിക്കുകയാണ്. 3 ദിവസത്തിന് വീട്ടിലേക്ക് വരുന്നില്ല. മൂത്ത സഹോദരി ചെന്നിട്ട് പള്ളിയുടെ മുമ്പിൽ ചെന്നിട്ട്, അബൂബക്കറെ, നിനക്കൊരു കെട്ടിയോളില്ലേ, ഒരു ഭാര്യയില്ലേ, ഒരു ഉമ്മയില്ലേ, ഒരു കുടുംബമില്ലേ? ഈ പള്ളിയിലിരുത്തം കൊണ്ട് മാത്രമായോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന സഹോദരിയുടെ ഓർമ്മപ്പെടുത്തൽ കേട്ടപ്പോ സത്യമാണെന്ന് മനസ്സിലാക്കി സിഎം വലിയുല്ലാഹി പള്ളിയുടെ അകത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് അതാ ഒരാളെ വിളിച്ചിട്ട് പേനയും കടലാസും എടുക്കാൻ പറഞ്ഞിട്ട് പറയുന്നു, അബൂബക്കർ ഹാജിയുടെ മകൾ സൈനബയെ ഞാൻ 3 ത്വലാഖും ചൊല്ലിയിരിക്കുന്നു. അവർക്ക് മറ്റൊന്നുമായി ബന്ധപ്പെടാൻ കഴിയാൻ പ്രയാസമാണ്. 3 തലാഖ് ഒരുമിച്ച് ചൊല്ലുക എന്ന് പറയുന്നത് ഇസ്ലാം കൽപ്പിച്ച കാര്യമല്ല, സുന്നത്താക്കിയ കാര്യമല്ല, അതുപോലെ തന്നെ ഇസ്ലാം വേണം എന്ന് പറഞ്ഞ കാര്യമല്ല. മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ആരെങ്കിലും അതിനെ സംബന്ധിച്ച് പഠിക്കാത്തതുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അവര് തിരുത്തേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മുസ്ലിമീങ്ങൾ പലരും അങ്ങനെ ചൊല്ലുന്നില്ലേ? അത് ഞാൻ നേരത്തെ പറയൽപ്പെട്ടാ. നിർത്ത്. ഇപ്പൊ കേട്ടല്ലോ, മനസ്സിലായല്ലോ. ഇയാളിപ്പോ ഈ ചെല്ലിയതിനെ കുറിച്ച് ഇപ്പൊ പേരോടിന്റെ അഭിപ്രായം എന്താ? അത് വിവരല്ലായിട്ട് ആര്? ലോകത്തിന്റെ മുഴുവൻ കൺട്രോളറായ മുദബ്ബിറുല്ലാലമായ മടവൂരിന് ഇരുന്നേ ഇരിപ്പിൽ 7 ആകാശം കണ്ടോവരേ, 7 ആകാശവും ലൗഹമൊക്കെ വായിക്കുന്ന മടവൂരിന് ഇരുന്ന ഇരിപ്പിൽ, ഒറ്റ ഇരിപ്പിൽ തന്നെ 3 തലാക്ക് ചൊല്ലിക്കൂടാന്നുള്ള വിവരം പോലുമില്ല. മാത്രമല്ല അയാൾ ഒരു നിക്കാഹിന്റെ സാക്ഷിക്ക് പോലും പറ്റൂല എന്നാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത്. കാരണം മടവൂര് ശൈഖ് താടി വടിച്ചിരുന്നു. താടി വടിക്കൽ ഒരു ഫാസിക്കിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അത്തരം ഫിസ്ക് ചെയ്യും
ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകളെ നിക്കാഹിന്റെ സാക്ഷിക്ക് പോലും പറ്റൂല എന്നാണ് പൊന്മളക്കാരൻ മുസ്ലിയാർ പറയുന്നത്. അപ്പ അയാളോടൊരാൾ ചോദിക്കുന്നുണ്ട്, അല്ല മുസ്ലിയാരെ, അയാൾ ഖുതുബുൽ-ആലമാണെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനയാളുടെ മറുപടി, അതയാൾ പ്രാന്തായപ്പോ പറഞ്ഞതാണ്, ജദ്ബിന്റെ ഹാലിൽ പറഞ്ഞതാണ്. അപ്പൊ അടുത്ത ചോദ്യം അയാളോട്, അയാൾക്ക് ജദ്ബില്ലാന്നും അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് പൊന്മളക്കാരന്റെ മറുപടി, ജദ്ബില്ലാന്ന് പറഞ്ഞതും ജദ്ബിന്റെ ഹാലിൽ തന്നെയാകും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്ന മുദബ്ബിറുൽ-ആലമിന്റെ ഒരു ദുരവസ്ഥ. ഇയാളാണത്രേ ആകാശഭൂമികളെ കൺട്രോൾ ചെയ്യുന്നത്. ഇയാളാണത്രേ നമുക്ക് ശ്വസിക്കാനുള്ള വായു തരുന്നത്, കുടിക്കാനുള്ള വെള്ളം തരുന്നത്, ആകാശത്തെ ഭൂമിയാക്കുന്നത്, ഭൂമിയെ ആകാശമാക്കുന്നത്, ഗർഭസ്ഥ ശിശുവിനെയും പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെയും വരെ ആണിനെ പെണ്ണാക്കുന്നത്, പെണ്ണിനെ ആണാക്കുന്നത്, എന്തും ചെയ്യാൻ കഴിവുള്ളതെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് ഓ സഖാഫിമാരെ, ഒരു വിഭാഗത്തെ നിങ്ങളാണ് എത്തിച്ചത്. നിങ്ങളാണ് ഇതിനൊക്കെ പണ്ട് കൂടെ പിടിച്ചത്. നിങ്ങളാണ് ഇതിനൊക്കെ ആയത്തോതിയിട്ട് ദുർവ്യാഖ്യാനിച്ചത്. ഇപ്പൊ നിങ്ങൾ കിടന്ന് മോങ്ങുകയാണ്. നിങ്ങൾ പിടിച്ചെടുത്തും കിട്ടാതെ ഒരു വിഭാഗം അങ്ങ് മുന്നോട്ട് പോയി. അതുകൊണ്ട് അവരൊക്കെ ഇപ്പൊ വ്യാജന്മാരാണെന്നാണ് പേരോട് പറയുന്നത്. ആരാ വ്യാജൻ? ആരാ വ്യാജൻ? മടവൂര് ഖുതുബുൽ-ആലമാണെന്ന് പറയുന്നവര്, മടവൂരാണ് ലോകത്തിന്റെ നിയന്ത്രണം എന്ന് പറയുന്നവര്, അത് റാഫിള കക്ഷിയാണെന്ന് പറഞ്ഞില്ലേ? ആ റാഫിള കക്ഷിയുടെ അതേ വാദം കേരളത്തിൽ ചെലവാക്കാൻ ചില വ്യാജ ത്വരീഖത്തുകാർ വന്നിട്ടുണ്ടത്രേ. അത് പറയുന്നത് അഹ്സനി ഗ്രൂപ്പിനെയാണ്. അഹ്സനി അത് പച്ചയായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. അയാൾക്കതിന് യാതൊരു മടിയും ലജ്ജയില്ല. കാരണം ഷിർക്കിന്റെ ഹോൾസെയിൽ വ്യാപാരികളായി അവരങ്ങനെ ഊരുചുറ്റുന്നുണ്ട്. അവരാ പണ്ട് പറഞ്ഞിടത്ത് തന്നെ ഉണ്ട്. മാറ്റം വന്നത് പേരോടിനാണ്. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. ആ ഒരവസ്ഥയിലേക്ക് വന്നപ്പോ ഇപ്പൊ വ്യാജന്മാരുടെ ലിസ്റ്റിൽ ആദ്യം തന്നെ വരുന്നതാരാണ്? കാന്തപുരം മുസ്ലിയാരാണ്. കാരണം കാന്തപുരം മുസ്ലിയാരാണ് ആരെക്കുറിച്ച് ഖുതുബുൽ-ആലമാണെന്ന് പറഞ്ഞത്, എൻ്റെ മുറബ്ബിയായ ശൈഖാണെന്ന് പറഞ്ഞത്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നൽകിയത് മടവൂരാണെന്നും വഫാത്തിന്റെ ശേഷവും എന്നെ കാത്തുപോരുന്നത് മടവൂരാണെന്നും പച്ചയായി പറഞ്ഞയാളാണ് കാന്തപുരം. അപ്പോൾ പേരോട് മുസ്ലിയാരുടെ തന്നെ ഭാഷയിൽ നമ്പർ 1 വ്യാജനായി ഉസ്താദ് തന്നെ വന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, എവിടെ എത്തിപ്പോയി എവിടെ എത്തിപ്പോയി ഈ സമുദായത്തിൻ്റെ അവസ്ഥ? ഇനി നോക്കൂ നിങ്ങൾ, തീർന്നില്ല. കറാമത്തുകൾ പറയുന്നതിന് ഇപ്പോ ചില ഷർത്തുകളൊക്കെ പേരോടിൻ്റെ ആൾക്കാരിപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഷർത്തൊന്നുമില്ല, എന്തും വിളിച്ചു പറയാ, എന്തും അള്ള കഴിവ് കൊടുക്കും, എന്തും അവർ ചെയ്യും. അതിന് നിങ്ങൾക്ക് എന്താ ഛേദം മൗലവിമാരേന്നാണ് അതാവരത്ത് അടക്കം വെച്ച് നമ്മളോട് ചോദിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ പേരോടിനെ കുലുക്കി വിളിച്ചാലും പേരോട് ഉണരൂല. കാരണം മൂപ്പര് പറയാണ് അങ്ങനെ പറയാനൊന്നും പറ്റൂല. കറാമത്ത് പറയുമ്പോ അങ്ങനെയുണ്ട് എല്ലാം വിളിച്ചു പറയാൻ പറ്റൂല. ചിലതൊക്കെ നമുക്ക് ഇപ്പോ മാറ്റിവെക്കേണ്ടി വരും. എന്നിട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അവർ ഉലമ കോൺഫറൻസ് നടത്തി. സാധാരണക്കാരെ കോൺഫറൻസ് അല്ല, സമസ്തയുടെ AP ഭാഗത്തിൻ്റെ പണ്ഡിത സഭ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പല ജില്ലാ തലങ്ങളിലും ഉലമാക്കളെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ കയ്യിൽ ഒരു പുസ്തകം ഏൽപ്പിച്ചു. ഇതൊക്കെ കൊണ്ടുപോയിട്ട് നന്നായി വായിച്ച് പഠിച്ചിട്ടേ ഇനി സ്റ്റേജിൽ കയറാവോ. ആ പുസ്തകത്തിൽ എന്തൊക്കെയാ പഠിപ്പിച്ചു കൊടുക്കുന്നത് കേൾക്കണം നിങ്ങൾ. എന്തിനാ ഫാമിലി കോൺഫറൻസ്? എന്തിനാ മൗലവിമാർ അധ്വാനിക്കുന്നത്? എന്തിനാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്? ഫലമുണ്ട്. ആ ഉലമാക്കൾക്ക് ഇനി പ്രസംഗിക്കുന്നവർക്ക് കൊടുക്കുന്ന നോട്ടിൽ അവരോട് പറയുന്ന ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഒന്ന്, വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കാൻ പാടില്ല.
ഉദാഹരണം പറയുന്നു, സർവ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ എന്ന് മടവൂരിനെ കുറിച്ചോ പറയാൻ പാടില്ല. പ്ലെയിനുകൾ മുഴുവൻ ഒരു വലിയ കണ്ണ് ചിമ്മിയാൽ കൂട്ടിയിടിക്കും തുടങ്ങിയ വാചകങ്ങൾ സംശയം ജനിപ്പിക്കും. അതുകൊണ്ടത് പറയാൻ പാടില്ല. ഉലമാക്കൾക്ക് കൊടുത്ത പ്രസംഗത്തിന്റെ നോട്ടിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇനി ഇതൊക്കെ പഠിച്ചിട്ട് സ്റ്റേജിൽ കയറി പ്രസംഗിച്ചാൽ മതി എന്നാണ്. തൊള്ളി തോന്നിയൊന്നും വിളിച്ചു പറയരുത്. നോക്കണം, നിങ്ങൾ സംശയം ജനിപ്പിക്കുന്നത് പറയരുത്, പിന്നെ വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളത് പറയരുത്, സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തത് പറയരുത്, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കരുത്. ആലോചിച്ച് നോക്കണം. തീർന്നില്ല. അടുത്തതെന്താ? മഹാന്മാര് നിയമം ലംഘിക്കുന്നവരാണെന്ന് വരുന്ന വിധം പുകഴ്ത്തി പറയരുത്. മഹാന്മാര് എങ്ങനെ? മഹാന്മാര് രാജ്യത്തിൻ്റെ നിയമം ലംഘിക്കുന്നവരാണ് എന്ന് വരുന്ന വിധത്തിൽ പുകഴ്ത്തി പറയരുത്. എതിരാളികൾക്ക് പരിഹാസത്തിന് വഴിവെക്കുന്നത് പറയാതിരിക്കണം. അപ്പൊ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാത്തവരാണ് ഔലിയാക്കൾ എന്ന് വരുന്ന രൂപത്തിലുള്ള കറാമത്ത് മിണ്ടിപ്പോകരുത്. ആരാ പറയണത്? പേരോടാകുന്ന ശിഷ്യൻ. ആരോടാ അത് പറയുന്നത്? കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ആളുകളോട്. കാരണം കാന്തപുരം ഉസ്താദാണ് ഇങ്ങനത്തെ കറാമത്ത് പണ്ടിവിടെ പറഞ്ഞത്. എന്ത്? മടവൂരിന് നിയമമൊന്നും ബാധകല്ല. മടവൂരിക്ക് ഇങ്ങനെ കാറോടിച്ചിട്ട് മടവൂരിൻ്റെ കാർ ഇങ്ങനെ കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഗവൺമെന്റിന് ഇൻഫർമേഷൻ കിട്ടി, അതേ സ്വർണം കടത്തുന്നുണ്ട്, ഒരു കാറ് വരുന്നുണ്ട്, തടഞ്ഞോളണം. അതേ പോലീസ് ഉദ്യോഗസ്ഥർ കാറ് തടഞ്ഞു. മടവൂരിൻ്റെ അതില് തടഞ്ഞപ്പോ മടവൂര് പറഞ്ഞു സമ്മതിക്കൂല, എൻ്റെ കാറ് പരിശോധിക്കാൻ സമ്മതിക്കൂല. അവിടുന്ന് പോയി മീൻചന്ത പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ പോലീസുകാർ നന്നായി തടഞ്ഞപ്പോൾ മടവൂര് പോലീസുകാരെ വരട്ടുന്ന വർത്തമാനം കാന്തപുരം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ, എന്നിട്ട് നിങ്ങളോട് ഞാൻ ബാക്കി പറയാം. പോലീസുകാർ കോഴിക്കോട്ട് മൂപ്പന്റെ വീട്ടിൽ വന്നു. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി അവിടെ എത്തി, കാറിൽ അവിടെ നിർത്തി ഇറങ്ങി. മൂപ്പൻ പരിശോധിച്ചോ എന്ന് പറഞ്ഞു. പരിശോധിച്ചിട്ട് എന്താ ഒരു വസ്തുവില്ല. മൂപ്പർക്ക് പൊന്നു നടത്തുന്ന പണിയാ. മൂപ്പൽക്കാരെ കൊണ്ടുപോയി കൊടുത്താൽ തന്നെ ചിലപ്പോ അങ്ങനെ ഓർക്കുന്നില്ലേ? കഴിഞ്ഞിട്ടില്ലല്ലോ. നിർത്തിയില്ല. കാറ് നിർത്താതെ പോന്നു. മീൻചന്ത പോലീസ് സ്റ്റേഷനിൽ എടുത്തെടുത്തപ്പോ ഒരു 5-10 പോലീസുകാർ ഒന്നായിട്ട് റോട്ടുമുതൽ നിന്നിട്ട് കാറ് തടുത്ത് നിർത്തി. എന്താ അതിനെത്തപ്പോ നിങ്ങളെ കാറ് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ധൈര്യത്തോടുകൂടി പറഞ്ഞു, റോട്ടിൽ നിന്ന് മാറണം, റോഡ് ജനങ്ങൾക്ക് പോകാനുള്ളതാണ്, നിങ്ങൾ തടഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ കാറ് കയറ്റിയിട്ട് കൊല്ലും, ഉടനെ മാറിക്കുമെന്ന് പറഞ്ഞു. എന്നെ പരിശോധിക്കണമെങ്കിൽ എന്നെ ഈ വഴിയിലിട്ട് പരിശോധിക്കണ്ട, ഞാൻ ഉള്ള സ്ഥലത്ത് വന്നോ, എന്റെ കാറിന്റെ പിന്നാലെ കാറ് വിട്ടോ, പരിശോധിച്ചു. പോലീസുകാർ പേടിച്ചു മാറി. തന്റെ പിന്നാലെ ഒരു ജീപ്പും വിട്ട് പോലീസുകാർ കോഴിക്കോട്ട് മൂപ്പന്റെ വീട്ടിൽ വന്നു. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി അവിടെ എത്തി, കാറിൽ അവിടെ നിർത്തി ഇറങ്ങി. മൂപ്പന് പരിശോധിച്ചോ എന്ന് പറഞ്ഞു. പരിശോധിച്ചിട്ട് എന്താ ഒരു വസ്തുവില്ല. മൂപ്പർക്ക് പൊന്നു നടത്തുന്ന പണിയാ. മൂപ്പൽക്കാരെ കൊണ്ടുപോയി കൊടുത്താൽ തന്നെ ചിലപ്പോ അങ്ങനെ ഓർക്കുന്നില്ലേ? അപ്പോ മനസ്സിലായില്ലേ? ഇപ്പൊ പേരോടാകുന്ന ഉസ്താദ് കാന്തപുരമാകുന്ന കുട്ടിക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ഇപ്പോ. കാരണം എന്താ? ആദ്യം ഉസ്താദിന്റെ ക്ലാസ് കേട്ട് ഇരുന്നിരുന്ന ശിഷ്യനായിരുന്നു പേരോട്. ഇപ്പൊ പേരോടും അലവി സഖാഫിയുമൊക്കെ ഉലമാക്കളെ വിളിച്ചു കൂട്ടിയിട്ടുള്ള ക്ലാസ്സിൽ പറയേണ്, ഔലിയാക്കന്മാര് രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് വരുന്ന വിധത്തിലുള്ള കറാമത്തുകളൊന്നും പറയാൻ പാടില്ല. അതിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചത് കാന്തപുരമാണ്. അയാളോട് പോയിട്ട് പറയോ, തിരുത്തണം നിങ്ങൾ, ഇനിയും തീർന്നില്ല. പുസ്തകത്തിൽ കാണാം, മഹാന്മാര് ശരീഅത്ത് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന്
നിമിത്തമാകുന്ന യാതൊന്നും പറയരുത്. ശരീഅത്തിനെതിരെ ഔലിയാക്കന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വരുന്ന ഒരു കറാമത്തും മേലാൽ വിളിച്ച് പറയരുത്. എങ്കിൽ പിന്നെ നിങ്ങളൊരു കറാമത്ത് കേട്ടോ, മടവൂരിൻ്റെ ഒരു കറാമത്ത് കേട്ടോ, ശരീഅത്ത് വിരുദ്ധമായി വല്ലതും ചെയ്തോന്ന് അതില്ലെന്ന് നിങ്ങൾക്ക് വായിക്കാം, മനസ്സിലാക്കാം. തലശ്ശേരിയിൽ ഒരു ഹാജിയാര്, ആ ഹാജിയാർക്ക് ഒരു മകളുടെ കൈ ഒന്നായിട്ട് കുഴഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗം തളർന്നു പോയി. എഴുന്നേൽക്കാൻ കഴിയാതെ വീൽചെയറിലാണ് നടത്തം. വീൽചെയറിലാണ് ബാത്റൂമിലേക്ക് പോകുന്നത്. വീൽചെയറിലാണ് അടുക്കളയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. 2 കുട്ടികളുള്ള സഹോദരിയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞപ്പോ CM മറിയമ്മാനെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു. CM മറിയമ്മാനെ വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഖുത്ബുൽ ആലമിന്റെ നേർച്ചയിലേക്ക് നേർച്ച വെക്കാൻ ആവശ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, തലശ്ശേരി ടൗണില് വലിയ തുണിഷാപ്പ് നടത്തുന്ന മുനീർ ഹാജിയാണ്. അയാളുടെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മുനീർ ഹാജി അതാ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, അതാ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഖുത്ബുൽ ആലമിന്റെ മൗലീദ് ചൊല്ലി പെണ്ണ് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പുരട്ടി അങ്ങ് കടന്നപ്പോ വീട്ടിലെ എല്ലാവരും ഉറങ്ങിപ്പോയി, മക്കളും ഉറങ്ങിപ്പോയി. ഭർത്താവ് വിദേശത്ത് കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ്. പറ്റാപ്പതിര നേരത്ത് കുറ്റാക്കൂരിരുട്ടിൽ ഒരാള് വന്നിട്ട് കൈ തടവുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കൈ താഴ്ത്തിയ കൈ ഉയർത്താൻ കഴിയാത്ത കൈ, ചലിപ്പിക്കാൻ കഴിയാത്ത കൈയതാ ചലിച്ചു തുടങ്ങുന്നു, ചലിച്ചു തുടങ്ങുന്നു. എന്നെ പേടിച്ചോർക്ക് ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കേട്ടില്ലേ? എങ്ങനെയുണ്ട്? ശരീഅത്ത് വിരുദ്ധമായിട്ടുള്ളതൊന്നും ചെയ്യരുത്. പെണ്ണ് കുളിച്ചൊരുങ്ങി അത്തറ് പരട്ടി കിടന്നു, മടവൂരിനെ വിളിച്ചിട്ട് കിടന്നു, മൂപ്പര് വന്നു, കൈയാണ് തടവി കൊടുത്തുവാണ് സുഖായി. നല്ല ശരീഅത്തിന്റെ അനുകൂലമായ കറാമത്താണല്ലോ പറയണതല്ലേ. മുസ്ലിയാക്കളെ ഉളുപ്പ് എന്ന് പറയുന്നത് അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല. അത് അത്യാവശ്യം ഖുർആനും ഹദീസും പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഉണ്ടാവേണ്ട ഒരു മര്യാദയാണ്. അത്രേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇനി നിങ്ങൾ കേട്ടോ, അതുകൊണ്ടും തീർന്നില്ല, അതുകൊണ്ടും അവസാനിച്ചിട്ടില്ല. ഇപ്പൊ പേരോടിന് വന്ന മാറ്റം, പേരോടിന് ഇതൊക്കെ പറയാട്ടോ. പേരോടിന് സംശയം ജനിപ്പിക്കാവുന്ന കറാമത്തൊക്കെ മറ്റുള്ളവർക്ക് അത് ബാധകം, മൂപ്പരിക്ക് അതൊക്കെ പറയാ. മൂപ്പരൊരിക്കൽ പറയുന്നുണ്ട്, ഒരു പെണ്ണിൻ്റെ വയറ്റിലേക്ക് ഹെയർ പിന്ന് പോയി. വേറൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് നാണയത്തൊട്ട് വിഴുങ്ങിന്ന്. അങ്ങനെ ഹെയർ പിന്ന് പെണ്ണിൻ്റെ പള്ളയിലേക്ക് പോയി. എന്ത് ചെയ്തിട്ടും ഹെയർ പിന്നീട് പോരുന്നില്ല. അവസാനം മൂപ്പരുടെ ഒരു ബിൽഡിംഗ് ഉണ്ട് കുറ്റ്യാടിയിൽ. ആ കുറ്റ്യാടിയിലെ ബിൽഡിങ്ങിലേക്ക് ഈ പെണ്ണ് 500 രൂപ അങ്ങ് നേർച്ചയാക്കിയപ്പോ അതാ ഹെയർ പിന്ന് പള്ളയിൽ നിന്ന് കയറി വന്ന ഒരൊറ്റ തുപ്പല്. 500 റുപ്യേൻ്റെ കറാമത്താണ്, ബിൽഡിങ്ങിൻ്റെ കറാമത്ത്. ഔലിയാക്കന്മാരെ കറാമത്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ ബിൽഡിങ്ങിന് കറാമത്ത് ഉണ്ടാവൂലല്ലോ. ബിൽഡിങ് എന്ന് പറഞ്ഞാൽ മൂപ്പരല്ലേ, അപ്പം മൂപ്പരുടെ കറാമത്ത്. അപ്പം അത് സ്വയം പറയുന്നതിന് മൂപ്പർക്ക് കുഴപ്പമില്ല, മറ്റുള്ളവർ പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ പേരിൽ ഒരുപാട് കറാമത്തിൻ്റെ പുസ്തകം പോലും മൂപ്പര് ഇറക്കിയിട്ടുമുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇനിയും കേട്ടോ, മൂപ്പര് പറയണ എന്താണ്, കറാമത്തുകളൊക്കെ കേൾക്കുമ്പോഴേക്ക് അതൊക്കെ വിശ്വസിച്ചോളണം എന്നും നിർബന്ധമില്ല. ഭലേ ബേഷ്, പേരോട് അൽഹംദുലില്ലാ. എന്താ മാറ്റം? കറാമത്ത് ആരെങ്കിലും ഒരു കറാമത്ത് പറയുമ്പോഴേക്ക് അത് വിശ്വസിച്ചില്ലെങ്കിൽ സുന്നി ആവൂലാന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ വിശ്വസിക്കലൊന്നും നിർബന്ധമില്ല. വിശ്വസിക്കൽ നിർബന്ധം ഏത് മാത്രമേ ഉള്ളൂ? ഖുർആനിൽ പറഞ്ഞതാണെങ്കിൽ വിശ്വസിക്കണം, ഹദീസിൽ പറഞ്ഞതാണെങ്കിൽ വിശ്വസിക്കണം, 3 നൂറ്റാണ്ടിനിടക്കുള്ള സ്വഹാബത്തൊക്കെ പറഞ്ഞതാണെങ്കിൽ അതും വിശ്വസിക്കണം. അതല്ലാത്തതൊന്നും വിശ്വസിക്കേണ്ടതില്ല. വിശ്വസിച്ചില്ലെങ്കിൽ സുന്നീന്ന് പുറത്താകുന്നില്ല എന്ന് പേരോട് പറയുന്നുണ്ട്. പെട്ടെന്ന് ആ ഭാഗം കൂടി ഒന്ന് കേൾപ്പിക്കുക.
ആരെങ്കിലും ഒരാൾ ഒരു കറാമത്ത് കഥ പറഞ്ഞാൽ അത് വിശ്വസിക്കാത്തത് കൊണ്ട് ഒരാൾ സുന്നത്തിമാർക്ക് പുറത്തുമില്ല. ഏത് വിഷയവും വിശ്വസിക്കണമെങ്കിൽ അതിന് ശറഇന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ വേണം. തെളിവില്ലാതെ ഒരാൾ പറയുന്നത് വിശ്വസിക്കേണ്ടതില്ല. കറാമത്ത് ഉണ്ടാകാം എന്നതുകൊണ്ട് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായി എന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണം. തെളിവ് എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവ് എന്ന് പറയുന്നത് എന്താണോ അങ്ങനെയുള്ള തെളിവുകൾ. ഇല്ലെങ്കിൽ വിശ്വസിക്കണമെന്നില്ല, ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം, അത് വേറെ വിഷയം. വിശ്വസിക്കണം എന്നില്ല. വിശ്വസിക്കുക എന്നത് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം. ഖുർആനിൽ അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം ആവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം ആവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമായ നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞ് വിശ്വസിച്ചില്ല പിന്നെ അവൻ മുസ്ലിമാണ്. ഇതുപോലെ നീതിമാന്മാരാണ് എന്നതിൽ തർക്കമില്ലാത്ത കക്ഷികളാണ് സഹാബികൾ. സഹാബികൾ ഒരു കാര്യം പറഞ്ഞാൽ അത് കളവാവില്ല, അവർ പറയുന്നത് സത്യമായിരിക്കും. കാരണം അവർ എല്ലാവരും നീതിമാന്മാരാണ്. ഖുർആൻ കുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും ഉള്ള സ്വർഗം കൊടുക്കാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു മഹാന്മാരാണ് സഹാബ്. ഇനി ഒരാളൊരു സ്വപ്നം കണ്ടു, അത് നമ്മൾ വിശ്വസിച്ചോളം അങ്ങനെ ഒന്നുമില്ല. വിശ്വസിക്കലിന്റെ മാനദണ്ഡം വേറെ ഒന്നാണ്. 3 നൂറ്റാണ്ട് കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറഞ്ഞില്ലേ, സാക്ഷി പറയാൻ ആവശ്യപ്പെടാൻ സാക്ഷി പറയുന്ന ആൾക്കാർ കേട്ടില്ലേ? അൽഹംദുലില്ലാ, വളരെ ഉഷാറായില്ലേ? അങ്ങനെ വിശ്വസിച്ചോളന്നില്ല. ആരായി പറയണേ? ആരാണീ പറയുന്നത്? പേരോട് മുസ്ലിയാർ. നാദാപുരത്ത് വെച്ചുള്ളവനടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ മുഹീദ്ദീൻ മാലയിലെ കള്ളക്കറാമത്തുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ഞങ്ങളോടന്ന് നിങ്ങൾ പാടിയ പാട്ട് കേൾക്കണോ? എൻ്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലൂകിൽ അപ്പോളെ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ അവരുടെ ദീനേയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവറി. മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞ വചനങ്ങൾ പൊയ്യാണത്, കളവാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ദീന് പോകും, ദുന്യാവ് പോകും, ആഖിറം പോകും. അപ്പം തന്നെ അവനെ കൊല്ലുന്ന നഞ്ഞാണ് ഞാനെന്ന് പറഞ്ഞ ആ മുഹീദ്ദീൻ മാല ഇനി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയൂ കുറ്റ്യാടിക്കാരാ. പേരോട് മുസ്ലിയാരേ, നിങ്ങളല്ലേ 3 നൂറ്റാണ്ടിനിപ്പുറമുള്ളത് പറഞ്ഞിട്ടില്ലെങ്കിലും അത് വിശ്വസിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ മാറ്റിപ്പറയുന്നു അല്ലേ? ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയുന്നുണ്ട്. മടവൂരിനെ കുറിച്ച് പൊക്കി അങ്ങ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോലും അംഗീകരിക്കാനാവാത്തത് ഒരു കൂട്ടരിവിടെ പറയുന്നു. അതിനി തടയിടാതെ പറ്റൂല എന്നതുകൊണ്ടല്ലേ ഇപ്പൊ ഈ മലക്കം മറിച്ചലും അതുപോലെ തന്നെ ഈ തിരിച്ചുപോക്കൊക്കെ തീർന്നില്ല. ജാമിഉൽ കറാമാത്തുൽ ഔലിയ എന്നൊരു കിതാബ് അറിയോ പേരോട് മുസ്ലിയാരെ? നാദാപുരത്ത് വായിച്ച കിതാബാണത്. ഔലിയാക്കന്മാരുടെ 100 കണക്കിന് കറാമത്തുകൾ പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് തള്ളുമോ കൊള്ളുമോ? അത് തള്ളിയതിൻ്റെ പേരിൽ നിങ്ങൾ മഹാന്മാരെ തള്ളിയവരെന്ന് ഞങ്ങളെ പറഞ്ഞവരാണ്. ഇപ്പൊ നിങ്ങൾക്ക് കറാമത്തുകളൊക്കെ ഒന്ന് ആ പുസ്തകത്തിൽ നിന്ന് സ്റ്റേജിൽ വെച്ചൊന്ന് വായിക്കാൻ ചങ്കൂറ്റമുണ്ടോ? കഴിയില്ല. നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ മാറിപ്പോയി. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, അൽഹംദുലില്ലാ. അങ്ങനെ നിങ്ങൾക്ക് മാറ്റം വരണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറയുന്നത് കൃത്യമായി അത് പ്രമാണങ്ങളിൽ വന്നതാണ്. ആ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേ എന്തും ചെയ്യാവോ. ഈ കറാമത്തുകളൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഖബറിങ്കലേക്ക് ക്ഷണിക്കുന്നത്? ഖബറുകൾ കെട്ടിപ്പടുക്കുന്നു, ദർഗകൾ പൊക്കുന്നു, ജാറം മൂടുന്നു, വിളക്ക് കൊളുത്തുന്നു, നേർച്ചയിടുന്നു, ആട്ടിനെ കൊണ്ടുപോയി ഉള്ളാളത്ത് വെച്ച് അറവ് നടത്തുന്നു. അതേപോലെ തന്നെ 100 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ഖബറിനെ ചുംബിക്കുന്നു. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. മാത്രമല്ല ഏതെല്ലാം വിധത്തിൽ ഇതൊക്കെ പറയുന്നു. അതുകൊണ്ടാ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമയിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞതിന് എതിര് ചെയ്യരുത്. ആ റസൂല് പറഞ്ഞത് മുഴുവനും അംഗീകരിച്ചോളണം. അതിൽ യാതൊന്നും തന്നെ നിഷേധിക്കരുത്. ചിലത് നിങ്ങൾക്ക് പറ്റാവുന്നത് സ്വീകരിച്ച് അവിടുന്ന് പഠിപ്പിച്ച ചിലതങ്ങ് തള്ളിയാൽ ഷഹാദത്ത് കലിമയുടെ 2ാമത്തെ
പാർട്ട് പൂർത്തിയാകൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ദീനിന്റെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മുസ്തഫ പഠിപ്പിച്ചതേ ചെയ്യാവൂ. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ പോലും അവിടുന്ന് പഠിപ്പിച്ച ആശയത്തിന് എതിരുള്ള, അവിടുത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അർത്ഥത്തിൽ തകരാറുള്ള ഒരു സ്വലാത്തും ചൊല്ലിക്കൂടാ. നല്ല സംസ്കാരങ്ങളാണ് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ നല്ല സംസ്കാരങ്ങൾ ഉണ്ടാകണമെങ്കിൽ വീടകം നല്ല സംസ്കാര സമ്പന്നമാകണം. അതിനനുസരിച്ച നിലക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കണം. വിവാഹത്തിൻ്റെ ജീവിതം എന്ന് പറയുമ്പോഴേക്ക് മുസ്ലിമീങ്ങളെ എന്തു പറ്റിപ്പോയി സമുദായത്തിന്? ആർഭാടത്തിൻ്റെ കൂത്തരങ്ങുകളാണ് വിവാഹത്തിൻ്റെ വേദികൾ. ഓഡിറ്റോറിയങ്ങളിലൂടെ, റോഡുകളിലൂടെ സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന നിലക്കുള്ള തെമ്മാടിത്തങ്ങൾ. പുതിയ പിളക്ക് പോകാനിപ്പ JCB ആണ്. അതങ്ങനെ തന്നെയാ പലപ്പോഴും വേണ്ടതെന്ന് എനിക്കും തോന്നാറുണ്ട്. കാരണം JCBയിൽ പൊന്നുകൊണ്ട് പോകാറില്ല, അതിൽ തേങ്ങ കൊണ്ട് പോകാറില്ല, വിലയുള്ള കുരുമുളകോ റബ്ബറോ കൊണ്ടുപോകാറില്ല. നല്ല നല്ല മൂല്യമുള്ള വസ്തുക്കളോ സുഗന്ധ വ്യഞ്ജനങ്ങളോ ഒന്നും JCBയിൽ കോരാറില്ലല്ലോ. പലപ്പോഴും JCB ഉപയോഗപ്പെടുത്തുന്നത് ചപ്പ് ചവറുകൾ കോരിയെടുക്കാനും അതുപോലെ തന്നെ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് മണ്ണെടുത്ത് ഒഴിവാക്കുവാനും ഒക്കെയാണ്. ചില പുതിയാപ്പിളമാർക്ക് തോന്നുകയാണ് ഞാൻ കാറിൽ പോകാൻ മാത്രം ഉയർന്നവനല്ല, ചപ്പ് ചവറ് കൊണ്ടുപോകുന്ന JCBയിലാണ് ഞാൻ പുതിയാപ്പിള പോകേണ്ടതെന്ന് ഏതെങ്കിലും പുതിയാപ്പിളക്ക് തോന്നുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഈ സമുദായത്തിൻ്റെ അവസ്ഥ എവിടെ എത്തി? ഒരു പോത്തിനെ പോലും JCB കൊണ്ടുപോകില്ല. അതിനുണ്ടാവും ഒരു പിക്കപ്പ്, അതിനുണ്ടാവും ഒരു ലോറി. ആ പോത്തിനെ കാണെ അതപ്പതിച്ച പുതിയാപ്പിളയായിട്ട് നീ പെൺവീട്ടിലേക്ക് പോവുകയാണോ? പടക്കം പൊട്ടിക്കുകയാണ്, മണിയറ പോയി പിച്ചിക്കീറുകയാണ്. ഹൽദിയും മെഹന്തിയും അതുപോലെ തന്നെ അറബ് നൈറ്റും അതുപോലെ തന്നെ പാകിസ്ഥാനി നൈറ്റും ബംഗാളി നൈറ്റുമൊക്കെ. കല്യാണം എത്ര ദിവസമാണോ പൊടിപൊടിക്കുന്നത്? എവിടുന്നാടോ പണം കിട്ടിയത്? കാറൂൻ മുതലാളി പറഞ്ഞതുപോലെ ഇതൊക്കെ എൻ്റെ കാശാണ് മൗലൈമാരെ, ഞങ്ങളെ കാശ് ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറയുന്നത് നിനക്ക് മരിക്കുമ്പോൾ സമാധാനം കിട്ടുമോ? ഖബറിൽ സമാധാനത്തോടെ കിടക്കാൻ കഴിയുമോ? പരലോക കോടതിയിൽ രക്ഷപ്പെടാനാകുമോ? അതുകൊണ്ട് നമ്മുടെ വീട് നന്നാകണമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പെണ്ണ് നന്നാവണം, ചെക്കൻ നന്നാവണം, ഇസ്ലാമിക ബോധത്തോടെ ആയിരിക്കണം ആ നല്ല ഒരു സദസ്സ് നമ്മൾ ചെലവഴിക്കേണ്ടത്. വീട് ഇസ്ലാമികമാകാൻ അവിടെ കന്നിമൂലയല്ല നോക്കേണ്ടത്, വാസ്തുദേവന്റെ കിടപ്പല്ല നോക്കേണ്ടത്, അടുക്കള ഏത് ഭാഗത്തെന്നല്ല നോക്കേണ്ടത്, കിണറിൻ്റെ ദോഷമല്ല നോക്കേണ്ടത്. മറിച്ച് ഹലാലായ ഭൂമിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലക്ക് നീ അങ്ങ് പണി തുടങ്ങിയിട്ട് വീട്ടിൽ താമസിക്കുമ്പോൾ ഏതെങ്കിലും വടിയുള്ള തങ്ങന്മാരോ വടിയില്ലാത്ത തങ്ങന്മാരോ വന്നിട്ട് നിന്റെ ബെഡ്റൂമിലൊന്ന് കൊട്ടിയിട്ട് പറയുന്നു, ഈ ബെഡ്റൂം പൊളിക്കണം, ഈ ടോയ്ലറ്റ് പൊളിച്ചു നീക്കണം, അക്കിണർ തൂർക്കണം, ഈ അടുക്കള പൊളിച്ചു നീക്കണം എന്നൊക്കെ പറയുമ്പോൾ ലക്ഷങ്ങളെടുത്തുണ്ടാക്കിയ വീട് പോലും പൊളിക്കാൻ കോൺട്രാക്റ്റ് കൊടുക്കുന്ന മുതലാളിമാരെ, നിങ്ങൾ എന്തിനാ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലുന്നത്? മുസ്തഫ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാടൻ സംസ്കാരങ്ങൾ, ശിർക്കൻ അന്ധവിശ്വാസങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അതുകൊണ്ട് മുസൽമാനായി ജീവിച്ചോ, അങ്ങനെ തന്നെ ജീവിച്ചു മരിക്കാൻ നോക്കിക്കോ. 5 നേരത്തെ നിസ്കാരത്തിൽ കണിശത വേണം. സാമ്പത്തിക മേഖലയിൽ പലിശയോ അതേപോലെ തന്നെ ലോണുകളോ കടക്കെണികളോ ക്രെഡിറ്റ് കാർഡുകളുടെ ആ രൂപത്തിലുള്ളവരോ ഒഴുക്കുകൊണ്ടോ ഒന്നും തന്നെ നമ്മൾ മുന്നോട്ട് പോകണ്ട. സമ്പത്ത് വന്ന വഴി പോയ വഴി പരലോകത്ത് കണക്ക് പറയണം. ഉമ്മമാര് ശ്രദ്ധിച്ചോ, നിങ്ങളുടെ വേഷം നിങ്ങൾ നന്നാക്കിക്കോ. പലപ്പോഴും റോട്ടിലൂടെ ഒരു ഉമ്മയും മോളും പോവുകയാണെങ്കിൽ റിട്ടയർമെന്റ് പ്രായത്തിലുള്ള ഉമ്മ അങ്ങനെ നല്ല മുഖം പോലും മൂടിയ പർദ്ദയിട്ടിട്ടുണ്ട്. ബാക്കിൽ വരുന്ന പെണ്ണതാ നോക്കിക്കോ കണ്ടോ എന്ന മട്ടിലുള്ള വസ്ത്രധാരണമാണ്. ഇതെങ്ങനെ ശരിയാകും ഉമ്മമാരെ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതെന്താ? ചില പെണ്ണുങ്ങളുണ്ട്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ
പേരിന് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ ധരിക്കാത്തവരെ പോലെയാ. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പോയിട്ട് വലാ യജിദുന റീഹാ, അതിൻ്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു, റബ്ബിന് ഇഷ്ടമുള്ള വേഷം ധരിച്ചുകൊണ്ടേ നിങ്ങൾ കല്യാണത്തിനും പോകാവൂ, ഹോസ്പിറ്റലിലും പോകാവൂ, ടൂറിനും പോകാവൂ, പാർക്കിലും പോകാവൂ, ബീച്ചിലും പോകാവൂ, എവിടെയും നിങ്ങൾ അങ്ങനെ പുറത്തിറങ്ങാവോ. അത് നമ്മുടെ ഇസ്ലാമിൻ്റെ നിയമമാണ്. അതേപോലെ തന്നെ ഉമ്മമാരെയും ഉപ്പമാരെയും കരയിപ്പിക്കല്ല മക്കളെ. മാതാപിതാക്കൾ കരഞ്ഞാലത് നമുക്ക് നന്നാവില്ല. അവരെ അനുസരിച്ചോളണം, അവരെ ബഹുമാനിച്ചോളണം. അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യമല്ലാത്ത എന്ത് കാര്യം പറഞ്ഞാലും അവരെ അനുസരിക്കണേ. ഭാര്യമാരെ ഭർത്താക്കന്മാരെ സംശയിക്കല്ലേ, ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സംശയിക്കല്ലേ. സംശയ രോഗം വേണ്ട, മറിച്ച് അള്ള പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, സ്നേഹം കൊടുത്തുകൊണ്ട്, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, ക്ഷമയോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് ആ നിലക്ക് നമ്മുടെ മക്കളെ വളർത്തിയുണ്ടാക്കിയാൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ജന്നത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും. നിങ്ങൾക്കതാ ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. കയറിക്കോ ഉപ്പാ, മക്കളെ കൂട്ടിക്കയറിക്കോ, ഭാര്യയെ കൂട്ടിക്കയറിക്കോ, ഭർത്താവിനെ കൂട്ടിക്കയറിക്കോ, എല്ലാവരും ഒന്നടങ്ക സ്വർഗത്തിലേക്കങ്ങ് കയറിക്കോ. കാരണം നിങ്ങൾ ഒരുപാട് സഹിച്ചവരാണ്, കാരണം നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചവരാണ്. അതുകൊണ്ട് ക്ഷമിക്കുന്നവർക്കും സഹിക്കുന്നവർക്കുമാണ് സ്വർഗം ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ ഫാമിലി കോൺഫറൻസിൽ വന്നുകൊണ്ട് നിങ്ങൾ ആദ്യാന്തം കേട്ട കാര്യങ്ങളൊന്നും ഒരു കാതുകൊണ്ട് കേട്ട് മറുകാതിലൂടെ തള്ളിക്കളയാതെ ചിന്തിക്കണേ. വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൽ, ഹദീസുകളുടെ പഠനത്തിൽ, അതുപോലെ തന്നെ അതിന് അനിവാര്യമാകുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നമ്മൾ കുടുംബസമേതം പങ്കെടുക്കണം. ഖുർആൻ ക്ലാസുകൾ, ഹദീസ് ക്ലാസുകൾ, സമ്മേളനങ്ങൾ, സ്റ്റുഡൻസിൻ്റെ സമ്മേളനം വരാൻ പോകുന്നു. അങ്ങനെ പലതും വരുന്നുണ്ട്. വായിക്കാനുള്ള മാസികകളുണ്ട്, വാരികകളുണ്ട്. നിങ്ങളുടേതായ കന്നഡ ഭാഷയിൽ തൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷയുണ്ട്. ഇസ്ലാമികമായ ലേഖനങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, നിങ്ങളുടെ ലാംഗ്വേജിൽ സംസാരിക്കുന്നവരുണ്ട്, മദ്രസ പഠനമുണ്ട്. ഏതാണ് ഇവിടെ ഇല്ലാത്തത്? മനസ്സുണ്ടോ? ഫാമിലി മൊത്തമായിക്കൊണ്ട് അതേ സ്വർഗത്തിലേക്ക് അങ്ങ് കയറണോ? ഇപ്പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ആലോചിച്ച് വേണ്ട രൂപത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തണേ. ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. റഹ്മാനായ റബ്ബ് ഇതുവരെ ഇരുന്ന് ക്ഷമയോടെ കേട്ടതും സംസാരിച്ചതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിനുവേണ്ടി അധ്വാനിച്ച, ഈ സമ്മേളനഗരി കാണുക പോലും ചെയ്യാതെ റോട്ടിലൊക്കെ നിന്ന് നിയന്ത്രിക്കുന്ന വളണ്ടിയർമാരായ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഇനി ഓൺലൈനിൽ നിന്ന് പിന്നീട് അവർ കേട്ടുകൊള്ളും. അങ്ങനെ ത്യാഗം സഹിക്കുന്നവരുണ്ട്, സാമ്പത്തികം ചെലവഴിച്ചവരുണ്ട്, അധ്വാനിച്ചവരുണ്ട്. എല്ലാവരെയും അള്ളാഹു അറിയുന്നവനാണ്. റഹ്മാനായ റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും പരലോകത്ത് രക്ഷപ്പെടുന്നവരിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ ഭർത്താക്കൾ ആരൊക്കെ മരണപ്പെട്ടു പോയോ അവർക്കൊക്കെ റബ്ബ് മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. കത്തിയാളെന്ന് ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.